ആവശ്യത്തിനും അനാവശ്യത്തിനും യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് എ ഐ. എല്ലാവരും എ ഐ യൂസ് ചെയ്യുന്നത്, എല്ലാ ടെക്നോളജിയിലും എ ഐ യൂസ് ചെയ്യുന്നത്. എ ഐ ക്യാൻ മേക്ക് മിസ്റ്റേക്സ്. ഒരിക്കലും ട്രസ്റ്റ് ചെയ്യാൻ പാടില്ല. എ ഐ ക്യാൻ മേക്ക് മിസ്റ്റേക്ക്. ഇവിടെയാണ് ഈ കോഡിങ്ങിന്റെ ഒക്കെ പ്രശ്നം വരുന്നത്. എ ഐ യൂസ് ചെയ്യേണ്ടതല്ല, എ ഐ യൂസ് ചെയ്തിട്ട് തന്നെ എല്ലാവരും ഇപ്പോൾ കോഡ് ചെയ്യുന്നത്. ആ കോഡ് ചെയ്യുമ്പോൾ പോലും എ ഐ യൂസ് ചെയ്ത് അത് വെരിഫൈ ചെയ്യണം. എ ഐ എന്ത് തരുന്നു അതല്ല ഫൈനൽ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ ഫ്യൂച്ചറിനെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് എങ്ങനെയാണ്? എ ഐനെ നമ്മൾ അസിസ്റ്റന്റ് ആക്കുക. നമ്മൾ എ ഐയുടെ അസിസ്റ്റന്റ് ആവാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഡോമിനേറ്റ് ചെയ്യാൻ പറ്റും. വാട്ട് ഈസ് എൻ ഏജന്റിക് എ ഐ വേഴ്സസ് ഏജന്റിക്? ഇപ്പോൾ പ്രോംപ്റ്റ് കൊടുക്കാൻ അറിയാമെങ്കിൽ നല്ല പ്രോംപ്റ്റിംഗ് പോലും അല്ല. ഇനിയിപ്പോൾ പ്രോംപ്റ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നിങ്ങളൊരു തോട്ട് എനിക്കൊരു പ്രോംപ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ട് ChatGPT കൊടുത്തു കഴിഞ്ഞാൽ പ്രോംപ്റ്റ് ആയിട്ട് തരും. അപ്പം അവിടെയും നമ്മളുടെ സ്കില്ല് പോയിക്കൊണ്ടിരിക്കുകയാണ്. ടോക്കൺ എന്ന് പറഞ്ഞാൽ മണിയാണ്, ബേൺ ചെയ്യാണ്. അതെ, നമ്മൾ ഈ ടോക്കൺ എങ്ങനെ വൈസിലി യൂസ് ചെയ്യുന്നതാണ്. ജിയോ വന്ന സമയത്ത് ജിയോ ഫ്രീ ആയി കൊടുത്തു, ബാക്കിയുള്ള കമ്പനികളെ പുറത്താക്കി, പിന്നെ ഒരു പ്രൈസ് കൂട്ടി. ഇപ്പോഴാണ് മനസ്സിലായത് വേർഡ് കൗണ്ടിന് നിങ്ങൾ പൈസ കൊടുക്കേണ്ടത്. കൗണ്ട് നോക്കുന്നുണ്ട് നമ്മൾ, അത് ജനറേറ്റ് ചെയ്യുന്ന കണ്ടന്റിന്റെ കൗണ്ട് നോക്കുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്നിപ്പറ്റ് എടുത്താലുള്ള ഗുണം എന്താണ്, നിങ്ങളുടെ ടോക്കൺ ലോവർ ചെയ്യാൻ പറ്റും. എനിക്കൊന്ന് ഇന്റർനെറ്റ് വന്നതിന് ശേഷമാണ് തോന്നി ബൂമിംഗ് ഉണ്ടായത് അല്ലേ. വി ആർ ക്രിയേറ്റിംഗ് ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡേറ്റ. ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റയിൽ മെജോറിറ്റിയും എ ഐ ജനറേറ്റഡ് ഡാറ്റയാണ്. എ ഐ ജനറേറ്റഡ് ഡാറ്റ ഉപയോഗിച്ചിട്ട് എ ഐനെ ട്രെയിൻ ചെയ്യുമ്പോൾ അതിന്റെ കുറെ ബുദ്ധിമുട്ടും ബാക്കിയെല്ലാം വന്നുകൊണ്ടിരിക്കും. അതാണ് ഇനി അടുത്ത നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന പ്രോബ്ലം. സോ വെൽക്കം ടു അനദർ എപ്പിസോഡ് ഫ്രം നെക്സസ് ലേണിംഗ്സ് പോഡ്കാസ്റ്റ്. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഞങ്ങളുടെ അക്കാഡമിക് ആർക്കിടെക്ട്. ആ ഒരു ടേം പോലും പുതിയതായിരിക്കും, ഗിരീഷാണ്. അപ്പോൾ ആ ടേം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണം മറ്റുള്ള അക്കാഡമീസിൽ അതൊരു എന്ന് വെച്ചാൽ മൊഡ്യൂൾസ് സെറ്റ് ചെയ്യുന്ന അല്ലാതെ കോമ്പിറ്റൻസി സെറ്റ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കോമ്പിറ്റൻസി ലെവലാണ്, നോട്ട് ദി കോഴ്സ് ലെവൽ. അപ്പോൾ കോഴ്സ് പോലും പരിചയപ്പെടുത്തുന്നത് കോമ്പിറ്റൻസിയെ അഡ്രസ്സ് ചെയ്തിട്ടായിരിക്കും, റിയൽ വേൾഡ് സിനാരിയോസ്. പിന്നെ അതല്ല, നമ്മൾ ഈ മാർക്കറ്റ് റെലവൻ്റ് ഉള്ള സ്കില്ലുകൾ. ഉദാഹരണം ഒരു CI/CD പൈപ്പ് സെറ്റ് ചെയ്യുന്നത് ഒരു കോമ്പിറ്റൻസിയാണ്. CI/CD പൈപ്പ് പഠിപ്പിക്കുക എന്ന് പറഞ്ഞൊരു കോമ്പിറ്റൻസി. അപ്പോൾ നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പം സാധാരണ പഠിപ്പിക്കലായി CI/CD മനസ്സിലായാലും ഡിപ്ലോയ്മെൻറ്റിലേക്ക് എത്തത്തുള്ളൂ. അപ്പോൾ ആ ഒരു കോമ്പിറ്റൻസിയിൽ പിന്നെ NOS എന്ന് പറഞ്ഞിട്ടുള്ള എന്താണ് മാർക്കറ്റിന് വേണ്ട സ്കില്ലുകൾ അതിനകത്ത് വരിക. ഏത് വേണം, ഡോക്കർ വേണോ, അത് വേണോ, ഇങ്ങനെ ഡീറ്റെയിൽസ്. പിന്നീട് ഓരോ മൊഡ്യൂളായിട്ട് പോകുന്ന അവിടെ നിന്നാണ് ശരിക്കും കോമ്പിറ്റൻസി ലെവലിൽ സ്കില്ലില്ല. ആ സ്കില്ലുകളെ മറച്ചു വെക്കുന്നത്, സ്കില്ലുകൾ എടുത്ത് കാണിക്കുന്ന NOSൻ്റെ സ്ഥാനത്താണ്. അത് ഞാനിപ്പം NS സർട്ടിഫിക്കറ്റ്സിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ സർട്ടിഫിക്കേഷൻ NCVTയുടെ ഭാഗമായിട്ടാണ് വൊക്കേഷൻസ്. അങ്ങനെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് മൊത്തത്തിലൊരു പൊളിച്ചുപണി ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. സ്ട്രക്ചറൽ ചേഞ്ചസ് ആവശ്യം വരും. കാരണം നമ്മളിതൊരു ലേമാൻ രീതിയിൽ തുടങ്ങിയതാവും. അപ്പോൾ ഇനി അത് സ്ട്രക്ചർ ആകുമ്പോൾ ബേസിക് ലെവലിൽ തന്നെ നമുക്ക് ആർക്കിടെക്ചർ തന്നെ ചേഞ്ച് വരും. ആ ഫൗണ്ടേഷൻ നന്നായാലേ പിന്നെ മുന്നോട്ട് പോകുള്ളൂ. അല്ലെ അതിന് മുകളിൽ എത്ര നമ്മൾ ബിൽഡ് ചെയ്തിട്ടും കാര്യമില്ല. നമ്മളത് പൊളിച്ചു പണിയണം. ആ പൊളിച്ചു പണി ഇവിടുന്ന് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഇവിടുന്ന് പറയുന്നത്. കാരണം ഒരു ട്രഡീഷണൽ മെത്തേഡിൽ പോകാൻ നമുക്ക് ആഗ്രഹമില്ല. നമ്മൾ വേറെ വളഞ്ഞു വഴിക്ക് ചിന്തിക്കുന്ന ആൾക്കാരാണ്. സോ ഇന്നത്തെ നമ്മൾ ടോപ്പിക് AI ആണ്. AI ഒരുപാട് ഇപ്പോഴത്തെ കാലത്ത് അനാവശ്യമായി ഡിസ്കസ് ചെയ്യപ്പെടുന്നു. മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഇന്നാളെ പറഞ്ഞില്ല AI ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ അറിയുന്ന ഒരാൾ AI ക്രിയേറ്ററാണ് ശരിക്കും. പക്ഷേ അയാളുടെ സ്കിൽ സെറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അതെങ്ങനെയാണ് AI ക്രിയേറ്റർ എന്നുള്ള ലേബിൾ വരിക എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. അല്ല, എന്താണ് പുള്ളി ക്രിയേറ്റ് ചെയ്യുന്നത്? ആള് കോണ്ടന്റ് ആണോ? കോണ്ടന്റ് അല്ല, ഡെവലപ്പറാണ്. ആ ഡെവലപ്മെന്റിൽ ആൾക്ക് പ്രോംപ്റ്റ് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. അതിനകത്ത് ഉദ്ദേശിക്കുന്ന AI എന്ന് പറഞ്ഞ സാധനം ഇന്ന് ആവശ്യത്തിനും അനാവശ്യത്തിനും യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് AI. എല്ലാവരും AI യൂസ് ചെയ്യുന്നത്, എല്ലാ ടെക്നോളജിയിലും AI യൂസ് ചെയ്യുന്നത്. എന്നാൽ ഉണ്ട്, എല്ലാവരുടെയും AI ഒരു ലിമിറ്റഡ് ആണ്. മേ ബി ഒരു LLMൻ്റെ അപ്പുറത്തേക്ക് AI ഒന്ന് യൂസ് ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ്. അപ്പോൾ AI എന്ന് സ്ട്രക്ചറായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് AI എന്താണ്, നമ്മളെ ഹ്യൂമൻ തിങ്ക് ചെയ്യുന്ന രീതിയിൽ നമ്മൾ മെഷീനെ തിങ്ക് ചെയ്യാൻ റെഡിയാക്കുന്ന ഒരു ഫാക്ടറാണ്. ഹ്യൂമൻ എമുലേഷൻ ഓഫ് ഇന്റലിജൻസ് എമുലേഷൻ. ഹ്യൂമൻ്റെ തിങ്കിങ് പവർ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഹ്യൂമൻ ന്യൂറോൺസ് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ആ രീതിയിലേക്ക് ന്യൂറൽ നെറ്റ്വർക്സിന്റെ അതൊരു പാർട്ടാണ്. ഈ ഒരു രീതിയിലാണ് ന്യൂറൽ നെറ്റ്വർക്ക് CNN റെവല്യൂഷനും എവല്യൂഷൻസ് മോഡലെല്ലാം വരുന്നത്. അപ്പോൾ ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ AI ഇതാണ്. AI മെഷീനിന് സ്വന്തമായിട്ട് ബ്രെയിൻ ഇല്ല. അപ്പോൾ മെഷീൻ്റെ ബ്രെയിൻ നമ്മൾ കൊടുക്കുന്നു. എങ്ങനെ കൊടുക്കുന്നു? നമ്മൾ കൂടുതൽ ഡാറ്റ കൊടുക്കുന്നു. അപ്പോൾ മെഷീൻ അതിനെ വെച്ച് പ്രെഡിക്റ്റ് ചെയ്യുന്നു. AI രണ്ട് തരം എന്താണുള്ളത്, പ്രഡിക്ഷനും പിന്നെ റിഗ്രഷനും. പിന്നെ AI എന്ന് വരുമ്പോൾ മെഷീനെ നമ്മൾ പഠിപ്പിക്കുകയാണ്, എങ്ങനെ ലേൺ ചെയ്യണമെന്ന് പഠിപ്പിക്കുകയാണ്. അതാണ് മെഷീൻ ലേണിംഗ്. അത് രണ്ട് തരത്തിലാണുള്ളത്. എനിക്ക് ആ ഒരു ചെയിനൂടെ പറഞ്ഞു പോകുന്നത് നന്നായിരിക്കും അല്ലേ. സ്റ്റാർട്ടിങ് ഫ്രം ഡേറ്റ ടു AI. അതിന് വരുന്ന ഒരുപാട് മിഡിൽ ലെയേഴ്സ് ഉണ്ട്. ആ മിഡിൽ ലെയേഴ്സ് എല്ലാം വന്നാലാണ് AI എത്തുമ്പോൾ ഒരു വാല്യൂബിൾ
പ്രഡിക്ഷൻ ആവുള്ളൂ. ഓക്കെ അങ്ങനെ ആ രീതിയിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളുടെ അടുത്ത് ഡാറ്റ ഉണ്ട്. ആ ഡാറ്റ നമ്മൾ ഇപ്പോൾ റോ ഡാറ്റ കുറേ ഒരുപാടുണ്ട്, അത് നമുക്ക് യാതൊരു യൂസ്ഫുൾ ഇല്ല. അപ്പോൾ ആ റോ ഡാറ്റേനെ നമ്മൾ ക്ലീനപ്പ് ചെയ്യണം. ക്ലീനപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഫസ്റ്റ് നമ്മൾ ഡാറ്റ കളക്ഷനാണ്. ഡാറ്റ കളക്ട് ചെയ്യുന്നു, നമ്മുടെ അടുത്ത് ഡാറ്റ ഉണ്ട്, ലാർജ് എമൗണ്ട് ഡാറ്റ ഇഞ്ചക്ഷൻ ഇഞ്ചക്ഷൻ അടുത്ത സ്റ്റേജിലേക്ക് വരുന്നത്. ഡാറ്റ കളക്ട് ചെയ്യുന്നു ഫസ്റ്റ്. നമ്മളിപ്പോൾ ഒരു ഡാറ്റ പൈപ്പ്ലൈൻസ് ഡാറ്റ എഞ്ചിനീയറിംഗ് ഒക്കെ വരുന്ന അവിടെ തോന്നുന്നു ഡാറ്റ പൈപ്പ്ലൈൻസ് സെറ്റ് ചെയ്തുകൊണ്ട് ഒരു ഫണലിലേക്ക് കൊണ്ടുവന്ന് ഒരു വെയർ ഹൗസിലേക്ക്. അതെ, അങ്ങനെ എത്തുന്നു. കിട്ടിയ ഡാറ്റ നമ്മളടുത്ത് കളക്ട് ചെയ്ത ഡാറ്റ നമ്മൾ ക്ലീൻ ചെയ്യുന്നു. അല്ല, അത് തന്നെ ഒരു പ്രൊസീജിയർ, വലിയ പ്രൊസീജിയറാണ്. ഞാൻ ഡാറ്റ പൈപ്പ്ലൈൻ, ഡാറ്റ സയൻസ്, ഡാറ്റ എഞ്ചിനീയറിംഗ് എന്നാണ് തോന്നുന്നു അതിനെ വിളിക്കുക. അതൊരു ടെർമിനോളജിയിൽ മേ ബി ഡാറ്റ എഞ്ചിനീയറിംഗ് എന്ന് വിളിക്കാം. കാരണം ലാർജ് ഡാറ്റയെ നമ്മൾ മാനേജ് ചെയ്യുന്നു. എങ്ങനെ ഞാൻ അതിൽ വർക്ക് ചെയ്തപ്പോൾ നമ്മൾ AWSന്റെ മൾട്ടിപ്പിൾ റീജിയൻസ് ഉണ്ട്. മൾട്ടിപ്പിൾ റീജിയൻസിൽ മൾട്ടിപ്പിൾ സർവീസസ് ഉണ്ട്. ഇപ്പോൾ ക്ലൗഡ് ട്രയൽ, AWSന്റെ കേസിലാണെങ്കിൽ ക്ലൗഡ് ട്രയൽ, ക്ലൗഡ് വാച്ച്, പിന്നെ ക്ലൗഡ് വാച്ച് നമ്മൾ മെട്രിക് ലോഗ്സ്. അപ്പം ഇപ്പോൾ ഞങ്ങൾക്കൊരു SM-Now എന്ന് പറഞ്ഞ ടൂൾ വന്നിട്ടുണ്ട്. ആ ടൂളിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ വാട്ട് വാസ് ദ റൂട്ട് കോസ്. നമ്മളൊരു പ്രശ്നം പഠിക്കണമെങ്കിൽ അവർ പഠിക്കുന്നത് വെച്ചാൽ ലോട്ട് ഓഫ് ഡേറ്റ, അത് മെട്രിക് ഡേറ്റ ഉണ്ടാവും, ലോഗ് ഡേറ്റ ഉണ്ടാവും, അക്കൗണ്ട് ഡേറ്റ ഉണ്ടാവും. ഈ പറഞ്ഞ ക്ലൗഡ് ട്രയലിലുള്ള ഓഡിറ്റിംഗ്, അക്കൗണ്ട് ഓഡിറ്റിംഗ് ഉണ്ടാവും. അത് മുഴുവനും വന്നിട്ട് എന്തിൻ്റെ പ്രശ്നം കൊണ്ടാണ് വന്നതെന്നുള്ളതിൻ്റെ ഒരു പ്രൊഡിക്ഷൻ നടത്തുക. ആ പ്രൊഡിക്ഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഫിക്സ് ചെയ്യാൻ എളുപ്പമാണ്. നമ്മൾ അതായത് എൻ ടു ദ റൂട്ട് കോസ് അനാലിസിസിലേക്ക് നമ്മൾ ഇറങ്ങി ചെന്നിട്ട് ഡാറ്റയിലുള്ള ഇഷ്യൂസ് സോൾവ് ചെയ്യുന്നു. അതായത് ലോവർ ലെയറിൽ ഇഷ്യൂ സോൾവ് ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ടാണ് ലോവർ എന്ന് വെച്ചാൽ ചിലപ്പോൾ മെട്രിക്സിന്റെ പ്രശ്നം ഉണ്ടാവും. ആ മെട്രിക്സ് വേണമെങ്കിൽ ക്ലൗഡ് വാച്ച് വേണം, നേരത്തെ പറഞ്ഞു. അപ്പോൾ അതെല്ലാം കൂടെ ഡംപ് ചെയ്യുന്നത് ത്രൂ എ ഫണൽ. ഞങ്ങൾ പറയുകയാണെങ്കിൽ മറ്റേ ഷാർട്സ് വെച്ചിട്ട് ഒരു പൈപ്പ് ലൈൻ സെറ്റ് ചെയ്യുന്നു. അത്ര സിമ്പിൾ ആയിട്ട് പറയുന്ന ഒരു പൈപ്പ് ലൈൻ ഫയർ ഹൗസിന്റെ ഒരു എന്ന് വെച്ചാൽ സ്ട്രീം ആണല്ലോ, സ്ട്രീം ഓഫ് ഡേറ്റ ആണ്. അതിന് ചില പൈപ്പ് ലൈൻസ് വർക്ക് ചെയ്യില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രം ഫയർ ഹൗസും അതുപോലുള്ള സ്ട്രീമിംഗ് സർവീസസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ഡേറ്റയെ നമ്മൾ ലാർജ്, ഇത് 2 TB ഓഫ് ഡേറ്റ ആണെന്ന് തോന്നുന്നു ഒരു ദിവസം തന്നെ സ്ട്രീം ചെയ്യുന്നത്. അങ്ങനെ കൊണ്ടുവന്ന് നമ്മൾ ഡേറ്റയിലേക്ക് കിട്ടുന്നു. കഴിഞ്ഞു, ഡാറ്റ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. അല്ല, ഡാറ്റ എഞ്ചിനീയറിംഗ് കഴിഞ്ഞില്ല, ഡാറ്റ അവിടെ എത്തിക്കഴിഞ്ഞു. ഇനി ആ ഡാറ്റ ക്ലീനപ്പ് ചെയ്യണം. പിന്നീടാണ് ഡാറ്റ അനാലിസിസിലാണ് തോന്നുന്നത്. ഡാറ്റ ക്ലീൻ, അതായത് ഒരുപാട് നമുക്ക് ഡാറ്റ കിട്ടി, നോയ്സി ഡാറ്റ ഒരുപാട് കിട്ടി, ജങ്ക് ഡാറ്റ കിട്ടി, നമുക്കൊണ്ടൊരു ഉപകാരമല്ല. അപ്പോൾ നമ്മളത് ക്ലീനപ്പ് ചെയ്യണം. ക്ലീനപ്പ് ചെയ്ത ഡാറ്റ മാത്രമേ നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ക്ലീനപ്പ് ചെയ്ത ഡാറ്റ നമ്മൾ പ്രോസസ്സ് ചെയ്യും. എന്തിനാണ് ഡാറ്റ പ്രോസസ്സ് ചെയ്യുന്നത്? നമുക്കൊരു മോഡലിനെ ട്രെയിൻ ചെയ്യണം. എന്തിനാണ് നമുക്ക് മോഡൽ വേണ്ടത്? ഇപ്പോൾ നമ്മളൊരു അവിടെയാണ് നമ്മൾ നേരത്തെ ഓട്ടോമേഷനും ഇതിൻ്റെ കാര്യം പറഞ്ഞത്. ഇപ്പോൾ ഓട്ടോമേഷൻ ടാസ്കും AI ടാസ്കും തമ്മിൽ വ്യത്യാസം. അതായത് ഓട്ടോമേഷൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഒരു ഡേ ടു ഡേ നടക്കുന്ന ഒരു പ്രോസസ്, റിപ്പീറ്റഡ് പ്രോസസ്. അതൊരു സം ഡിസിഷൻസിൽ ബേസ് ചെയ്യുന്നു. അതായത് അതിനെന്താ ഒരു അത്ര തന്നെ ഇഫ് സെഗ്മെന്റിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുക. അതായത് അതിന് ഒരു ഹ്യൂമൻ ഇന്റർവെൻഷൻ്റെ ആവശ്യമില്ല. എന്നുവെച്ചാൽ നമുക്ക് അറിയുന്ന 2 സ്റ്റേറ്റ് ഉണ്ടാവും. ആ സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തിക്കുന്ന രീതിയിൽ 2 കണ്ടീഷൻ എത്തിയിട്ടുണ്ടാവും. അത്രേ ഉള്ളൂ അല്ലേ? ആ കണ്ടീഷനിൽ എത്തിക്കഴിഞ്ഞാൽ ആ പൈപ്പിൽ റൺ ചെയ്തുകൊണ്ടിരിക്കും, പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള. അപ്പോൾ നമുക്ക് ഒരു കാൽക്കുലേഷൻ്റെ ഒരു റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ കാൽക്കുലേഷൻ നമ്മൾ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വന്നുകൊണ്ടിരിക്കും. അതിൽ വേറൊരു ഹ്യൂമൻ ഇന്റർഫറൻസിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അങ്ങനത്തെ ഒരു ഡാറ്റ വരുമ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്താണ് മോഡലിൽ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇത് ഓൾറെഡി ഓട്ടോമേറ്റ് ചെയ്ത സാധനം ഇനി അടുത്ത ഓട്ടോമേഷനിലേക്ക് എന്താ പോകുന്നത്? അവിടെയാണ് AI വരുന്നത്. അല്ല, ഈ ഓട്ടോമേഷൻ്റെ സാധ്യത എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ഇന്റലിജൻസ് ആണ് അവിടെ ഉപയോഗിച്ചേക്കുന്നത്. ഇല്ല, ഹ്യൂമൻ ഇന്റലിജൻസ് അല്ല, ഹ്യൂമൻ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് ഓട്ടോമേറ്റഡ് പൈപ്പ് ലൈൻ സെറ്റ് ചെയ്തേക്കുന്നു. അത് AI വരുമ്പോഴാണ്. അല്ല, AI വരുമ്പം മെഷീൻ അങ്ങനെ ആ രീതിയിലേക്ക് വരികയാണ്. ഓക്കെ, അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓട്ടോമേഷൻ എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് അത് പാറ്റേൺ ബേസ്ഡാണ്. ഓക്കെ, ഒരു ഇന്നൊരു പാറ്റേൺ ഉണ്ടാവും. ഈ പാറ്റേൺ വന്നു കഴിഞ്ഞാൽ ഇന്ന റിസൾട്ട്. അത് മനുഷ്യൻ കണ്ടുപിടിച്ച പാറ്റേൺ. ഓഫ് കോഴ്സ് മനുഷ്യന്റെ ഇവാലുവേഷൻ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയ ഒരു പാറ്റേൺ തന്നെയാണത്. ഓക്കെ, ഇതും AI അത് തന്നെയാണ്. ഈ ഓട്ടോമേഷനിൽ നിന്നില്ല, മനുഷ്യന് വീണ്ടും തിങ്ക് ചെയ്യാണ്. അപ്പോൾ വീണ്ടും അടുത്ത ലെവലിലേക്ക് പോകണം. അതെ, ഓക്കെ, അപ്പോൾ അടുത്ത ലെവലിലേക്ക് പോകുമ്പോൾ അടുത്തത് എന്താണ്? ഇപ്പോൾ ഒരു പ്രോസസ്സ് വന്നല്ലോ. ഇതിപ്പോൾ നമുക്ക് മുൻകൂട്ടി അറിയാവുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഒരു തരത്തിലും അറിയാൻ പറ്റാത്ത പ്രോസസ്സ് വരെ നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യണം. അവിടെയാണ് നമ്മൾ AI ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ AI ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് AI ഒരു ബ്രെയിൻ കൊടുക്കുകയാണ്, നമ്മളൊരു എക്സ്ട്രാ ബ്രെയിൻ കൊടുക്കുകയാണ്. എക്സ്ട്രാ ബ്രെയിൻ കൊടുത്ത് അവിടെ തിങ്കിങ് കൂടി, ഹ്യൂമൻ ലൈക്ക് തിങ്കിങ് കൂടി അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ഇതുവരെ പ്രോസസ്സ് ഉണ്ട്. ഇനി അവിടെ ഓരോ പ്രോസസ്സിന് ഇപ്പോൾ ഓരോ നോഡുണ്ട്. ഇപ്പോൾ ഒരു 10 നോഡുണ്ട്. ആ നോഡിനെ ഇപ്പോൾ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ലോജിക്ക് വെച്ചിട്ടാണ് ഓട്ടോമേഷനിൽ അത് എന്ത് ചെയ്യുന്നത്, ഡിസിഷൻ എടുക്കുന്നത്. ഇപ്പോൾ AI ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഓരോ നോഡും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ബ്രെയിൻ ഉപയോഗിച്ച് ഡിസിഷൻ മേക്കിംഗ്, അതായത് വരുന്ന ഇൻപുട്ടിനനുസരിച്ചിട്ട് ആ കോണ്ടെക്സ്റ്റിൽ എന്താണോ ഔട്ട്പുട്ട് കൊടുക്കേണ്ടത് അതിനൊരു തിങ്കിങ് പ്രോസസ്സും കൂടി കൊടുക്കുന്നു. അവിടെയാണ് AIയുടെ അത് ശരിക്കും ഇത് പറയുകയാണെങ്കിൽ AI അല്ല, അത് അപ്പുറത്തെ സ്റ്റേജിലേക്ക് വന്നു. AI ഏജൻസിലേക്കാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഏജൻസ്.
സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഏജന്റിക് AI എന്നുവെച്ചാൽ ഒരു പെർട്ടിക്കുലർ ടാസ്കിന് വേണ്ടി മാത്രം ഒരു സിംഗിൾ റെസ്പോൺസിബിലിറ്റി കൊടുത്തിരിക്കുന്ന ഏജന്റിക് AI പറയുമ്പോൾ പെർട്ടിക്കുലർ ടാസ്കും ഇല്ല. അതായത് ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ആ പ്രോബ്ലം നമ്മളുടെ സിനാരിയോയിലേക്ക് ഉൾപ്പെടുത്തി അതിന് നമുക്ക് ഔട്ട്പുട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അല്ല, ഏജന്റിക് എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്റർ കണക്റ്റഡ് ഏജൻസ് അല്ലേ? ഇന്റർ കണക്റ്റഡ് ആവാം. ഐ മീൻ ഏജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഏജന്റ് ആവാം, മൾട്ടിപ്പിൾ ഏജന്റ് ആവാം. ഈ ഏജന്റ് തന്നെ ഒരു വ്യത്യാസമുണ്ട്. ഏജന്റ് ഒരു സിമ്പിൾ പ്രോഗ്രാം ആവാം. ഒരു സിംഗിൾ പ്രോഗ്രാം ആയി കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമേഷനിൽ പ്രോഗ്രാം ഇല്ല, അതും ഏജന്റ് ആണ്. അവിടെ AI വരുമ്പോൾ അതിനൊരു തിങ്കിങ് എബിലിറ്റിയും കൂടി കൊടുക്കുന്നു. അപ്പോൾ അതും കൂടി ഒന്നും കൂടി സോഫിസ്റ്റിക്കേറ്റഡ് ആവും. മറ്റേതെന്ന് പറഞ്ഞാൽ ഒരു പ്രഡിക്റ്റീവ് അനാലിസിസിൽ ഇപ്പം ഒരു പ്രഡിക്റ്റീവ് പാത്തിലൂടെ പോകുന്ന ഒരു ഡാറ്റ, സർട്ടൺ കണ്ടീഷൻ, അതെ, കണ്ടീഷൻസ് റൺ ചെയ്യുന്നു. അതൊരു നമ്മൾ ഓൾറെഡി ഡിഫൈൻഡ് ആയ പ്രഡിക്റ്റീവ് പാത്തിലൂടെ പോകുന്നു. അൺപ്രഡിക്റ്റീവ് ഡാറ്റ വരുന്നു, അതും കൂടി പ്രോസസ്സ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ഡാറ്റ ക്ലാസിഫിക്കേഷൻ അവിടെ നിന്നാണ് തുടങ്ങേണ്ടത് തോന്നുന്നു. അവിടെ നിന്നാണ് നമ്മൾ ഈ പറഞ്ഞ എനിക്ക് മോഡൽസിനെ പറയുന്നതാണോ ക്ലാസിഫിക്കേഷൻ പറഞ്ഞിട്ടാണ് മോഡൽ? ഇതിന്റെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതെല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. അപ്പോൾ ഏത് പറഞ്ഞിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ? മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, എന്നാൽ മോഡൽ വെച്ച് പറയാം. മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മാത്തമാറ്റിക്കൽ ഫോമാണ് ഒരു മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ തന്നെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, മാത്തമാറ്റിക്കൽ ഫോമാണ്. അപ്പോൾ ആ മോഡൽ ഇപ്പോൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു മോഡൽ ക്രിയേറ്റ് ചെയ്യാം. അതായത് നമ്മൾ ഇപ്പോൾ ഒരു ഇമേജ് വിഷൻ പ്രോബ്ലം അല്ലെങ്കിൽ സ്പീച്ച് പ്രോബ്ലം അല്ലെങ്കിൽ ടെക്സ്റ്റ് ജനറേഷൻ, അതെല്ലാത്തിലും നമ്മൾ കൊടുക്കുന്ന ഡാറ്റ, നമ്മൾ ട്രെയിൻ ചെയ്യുന്ന ഡാറ്റ, ആ ഡേറ്റയുടെ അടിസ്ഥാനത്തിലാവും ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഓക്കെ. അതായത് ഇപ്പോൾ എനിക്കൊരു വിഷൻ, അതായത് ഇപ്പോൾ ഒരു രണ്ട് ഇമേജുകൾ കമ്പാരിസൺ, അതായത് ക്യാറ്റാണോ ആനിമൽസ് ആണോ ഹ്യൂമൺ ആണോ കമ്പയർ ചെയ്യേണ്ട ഇമേജ് ഒരു പ്രോബ്ലം ഉണ്ട്. ആ പ്രോബ്ലത്തിന് ഞാനൊരു മോഡൽ ബിൽഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാനിതാ ഇത്രയും ഈ ഹ്യൂമൻസിൻ്റെ ഡാറ്റ കളക്ട് ചെയ്യണം, ഹ്യൂമൻസിൻ്റെ ഇമേജ് കളക്ട് ചെയ്യണം, അതുപോലെ തന്നെ ഈ ആനിമൽസിൻ്റെ ഇമേജ് കളക്ട് ചെയ്യണം. ആ ഡാറ്റ നമ്മൾ അനോട്ടേറ്റ് ചെയ്യണം. അനോട്ടേറ്റ് എന്ന് പറഞ്ഞാൽ ലേബിൾഡ് ഡാറ്റ ലേബിൾ ചെയ്യണം. അതായത് ഇത് ഇപ്പോൾ നമ്മളൊരു ഡാറ്റ മാത്രം കൊടുത്തിട്ട് കാര്യമില്ല, ആ ഡാറ്റ കൊടുക്കുന്നു, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആ ഡാറ്റ എന്താണെന്ന് കൂടി നമ്മൾ പറയുന്നു. ഓക്കെ, എത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു അത്രയും യൂസ്ഫുൾ ആവും. ഇപ്പം നമ്മളിപ്പോൾ ഒരു ഡാറ്റ ഒരു ഇമേജ് കൊടുത്തിട്ട് ഇതൊരു ഡോഗാണ്, ഇനി അതിനും 1 ലെവൽ എഹെഡ്, അതായത് ഇതൊരു ഡോഗാണ്, ഈ ഡോഗിന് വൈറ്റ് പാച്ച് ഉണ്ട്, ആ ഡോഗിൻ്റെ ബ്രീഡ് ഇതാണ്, അതിൻ്റെ ഓരോന്നും ലേബലാണ്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത്രയും മെറ്റഡാറ്റ കൂടുമ്പോൾ അത്രയും അക്യൂറസിയാണ് നമ്മളവിടെ ഇത് ചെയ്യാൻ പോകുന്നത്. വോളിയം ഓഫ് ഡാറ്റയാണ് നമ്മളുടെ മോഡലിന്റെ അക്യൂറസി കൂട്ടുന്നത്. അതിനാണ് പാരാമീറ്റർ എന്ന് വിളിക്കുക? അല്ല, പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്യുന്ന ഓരോ ഫീച്ചറുകളാണ് നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോന്നിനെയും പാരാമീറ്റർ വിളിക്കുക. അതെ, പാരാമീറ്റർ വിളിക്കുക. അപ്പം ഇപ്പോഴത്തെ മോഡൽസ് മൊത്തം പറഞ്ഞു തരത്തില്ല, ഞാനത് കംപ്ലീറ്റ് ആക്കാം. അപ്പോൾ നമ്മളങ്ങനെ ഡാറ്റ എടുത്തു, ഇപ്പോൾ ലാബിൻ്റെ ഡാറ്റ എടുത്തു, എന്നിട്ട് ആ ഡാറ്റ നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രെയിൻ ചെയ്യുന്നു. ഓക്കെ. അത് ട്രെയിൻ ചെയ്ത് ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ. ട്രെയിൻ ചെയ്ത ഒരു ഡാറ്റ, ഇപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും ഡാറ്റ വെച്ചിട്ട് നമ്മൾ ഒരു മാത്തമാറ്റിക്കൽ ഫോം അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു, അതാണ് മോഡൽ. ഓക്കെ. ഇപ്പോൾ ഈ മോഡൽ നിങ്ങൾ എന്താണ് ആക്സെപ്റ്റ് ചെയ്യുന്നത്? ഈ മോഡൽ മേ ബി ഒരു ഇൻപുട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നു, ഒരു ഇമേജ്, നിങ്ങളൊരു ഇമേജ് അപ്ലോഡ് ചെയ്യുക അല്ലെങ്കിൽ ഇമേജ് ഷോ ചെയ്യുമ്പോൾ ഇതിൻ്റെ ബ്രെയിനിൽ ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന n നമ്പർ ഓഫ് ഇമേജസിൻ്റെ അനാലിസിസ് ഉണ്ട്. അത് പ്രകാരം ഇത് പ്രെഡിക്റ്റ് ചെയ്യുന്നു, ദിസ് ഇസ് എ ഹ്യൂമൻ അല്ലെങ്കിൽ ദിസ് ഇസ് എ ക്യാറ്റ് ഓർ വാട്ട് എവർ. ഓക്കെ. അപ്പോൾ ഇത്രയും ഡാറ്റ അതൊരു ഹ്യൂമനിലേക്ക് തിങ്കിങ് തന്നെയാണ്. കാരണം ഡാറ്റയുടെ വോളിയം അവിടെ കൂടുന്നതനുസരിച്ച് ഡാറ്റ കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള, അതായത് ലേബൽഡ് ഡാറ്റ വെച്ചിട്ട് നമ്മൾ ഒരു മോഡലിനെ ട്രെയിൻ ചെയ്യുന്നതിന് നമുക്ക് പറയുന്ന പേരാണ് സൂപ്പർവൈസ്ഡ് ലേണിംഗ്. അപ്പം ലേബലിംഗ് ഒക്കെ നമ്മളാണ് ചെയ്യുന്നത്? ആ, ലേബലിംഗ് നമ്മളാണ് ചെയ്യുന്നത്. കാരണം ലേബൽ നമ്മളാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു ഫസ്റ്റ് ഇനീഷ്യൽ ഹ്യൂമൻ ഇൻട്രാക്ഷൻ വേണ്ടി വരും. ഈ മോഡൽ ബിൽഡ് ചെയ്യുന്നതിന് ഹ്യൂമൺ ആണ്. അതായത് ഇത് നമ്മൾ എപ്പോഴും ഒരു ഹ്യൂമണിന് റീപ്ലേസ്മെന്റ് അല്ല നമ്മൾ നോക്കുന്നത്, എൻഹാൻസ്മെന്റ്, ഒരു അസിസ്റ്റിംഗ്. ഓക്കെ. ഇപ്പോൾ എല്ലാവരും അത് നേരെ തിരിച്ചാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാവരും എന്താണ് എഐനാണ് അസിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ. ഇപ്പോൾ നമ്മളിപ്പോൾ എന്താണെങ്കിലും ChatGPT ഇപ്പോൾ ആരും തിങ്ക് ചെയ്യുന്നില്ല, ChatGPT കൊടുക്കുന്നു. അല്ല, ഇപ്പോൾ ഇനിയിപ്പോൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലാണ്, ഇപ്പോൾ നമ്മൾ പ്രോഗ്രാമിംഗ് വേർഡിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിലും പ്രോംപ്റ്റ് കൊടുക്കുന്നു, കോഡ് ബിൽഡ് ചെയ്യുന്നു, ഡിപ്ലോയ് ചെയ്യുന്നു, ഐ മേ ബി എറർ ചെക്ക് ചെയ്യുന്നു. നമ്മൾ ശരിക്കും AI പഠിപ്പിക്കുന്നു, AI തന്നെ ലേൺ ചെയ്യുന്നു, നമ്മൾ പഠിക്കുന്നില്ല എന്നുള്ളൊരു കംപ്ലൈന്റ് ലെവലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം നമ്മളുടെ കോഗ്നിറ്റീവ് എബിലിറ്റീസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പ്രോംപ്റ്റ് കൊടുക്കാൻ അറിയാമെങ്കിൽ നല്ല പ്രോംപ്റ്റിംഗ് പോലും അല്ലാതെ ഇനിയിപ്പോൾ പ്രോംപ്റ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ നിങ്ങളൊരു തോട്ട് എനിക്കൊരു പ്രോംപ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ട് ChatGPT കൊടുത്തു കഴിഞ്ഞാൽ പ്രോംപ്റ്റ് ആയിട്ട് തരും. അത് ശരിയാ. ഓക്കെ. എനിക്ക് ഇന്ന തോട്ട് ഇന്ന അപ്പം അവിടെയും നമ്മളുടെ സ്കില്ല് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സാധാരണ നമ്മളെല്ലാം ലീവ് ലെറ്റർ എഴുതണമെങ്കിൽ നമ്മൾ സാധാരണ നമ്മളായിരുന്നു ലീവ് ലെറ്റർ ഒന്നും ഇല്ല. ലീവ് ലെറ്റർ അവർ 2 ലൈൻ കൊടുത്ത് കഴിഞ്ഞു. പക്ഷെ ഇത് വേറൊരു പ്രോബ്ലം ഉണ്ട്. ഇതിപ്പോ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് AI ജനറേറ്റഡ് കണ്ടന്റ് ആണെന്നുള്ളത്.
പണ്ട് ഒരാൾ എഴുതുന്ന രീതിയും ഇന്ന് വരുന്ന ആ ഡീറ്റെയിലിംഗ് കണ്ടാൽ നമുക്കറിയാം ജനറേറ്റഡ് കോണ്ടന്റ് ആണ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഞാനത് കോൺടാക്ട് വിട്ടുപോയെന്ന് പറഞ്ഞു, നമ്മൾ പറഞ്ഞു നിർത്തുന്നു മോഡൽസിനെ കുറിച്ച്. ഓക്കെ, നമ്മൾ പറഞ്ഞിടത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആക്കാം. ഓക്കെ, അപ്പോൾ എനിക്കതിനകത്ത് 2 കാര്യങ്ങളുള്ളത്. ഒന്ന് പാരാമീറ്ററിനെ കുറിച്ചും പിന്നെ പറഞ്ഞ ഫ്യൂച്ചറിസ്റ്റിക്, അത് രണ്ടാമതിന് ചോദിക്കാം. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ ഒരു കേസ് കംപ്ലീറ്റ് ആക്കി, അതായതായിരുന്നു മോഡൽസിനെ കുറിച്ച്. മോഡൽസ് ട്രെയിൻ ചെയ്തു ഏത് ബേസിൽ? സൂപ്പർവൈസ്ഡ് ഡാറ്റയിൽ സൂപ്പർവൈസ്ഡ് മോഡൽ ട്രെയിൻ. ഇനി അടുത്തത് അൺസൂപ്പർവൈസ്ഡ് ആണ്. ഈ അൺസൂപ്പർവൈസ്ഡ് എവിടെ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലേബൽ ചെയ്യാത്ത ഡാറ്റ നമ്മൾ ട്രെയിൻ ചെയ്യാൻ ഉപയോഗിക്കും. ഓക്കെ, ലേബൽ ചെയ്യാത്ത ഡാറ്റ ട്രെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത് മനഃപൂർവ്വമല്ല. ഐ മീൻ അതിനൊരു കോണ്ടസ്റ്റ് ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മളുടെ ഇപ്പോൾ ഓരോ യൂസേഴ്സിൻ്റെയും വ്യക്തിഗതമായ ഡാറ്റ വേണം, പേഴ്സണലൈസ്ഡ് ഡാറ്റ. അപ്പോൾ അത് നമുക്ക് ലേബൽ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളുടെ പർച്ചേസിങ്, അതായത് ഇ കൊമേഴ്സ് പർച്ചേസിൻ്റെ ഡീറ്റെയിൽസ് നോക്കിയിട്ട് നമ്മളത് കാറ്റഗറൈസ് ചെയ്യുന്നു. അപ്പോൾ എൻ്റെയും വേറൊരാളുടെയും പർച്ചേസിങ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ എൻ്റെ ഡാറ്റ ഉപയോഗിച്ച് എന്നെ ഞാൻ കാറ്റഗറൈസ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഏതൊക്കെ തരം പർച്ചേസിംഗ് ആണ് ഉപയോഗിക്കുന്നത്, അതെന്തിനു ഉപയോഗിക്കുന്നത്? കാരണം അവർക്ക് നമുക്ക് എന്താ പറയുക, നമ്മളെ കാറ്റഗറൈസ് ചെയ്ത് ഇന്ന കാറ്റഗറിയിലാണ് വരുത്തിയിട്ട് നമുക്ക് അവർക്ക് എന്താ പറയുക, അവരുടെ ഒരു പ്രോബ്ലം അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അതല്ല, നമുക്ക് ഇതെല്ലാം ഒരു നീഡാണ്. നമ്മളെ ഈ ഡാറ്റ അൺസ്ട്രക്ചേർഡ് ഡാറ്റ അവർക്ക് എന്തിനാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബൈയിങ് കപ്പാസിറ്റിയും നമ്മളുടെ ബൈയിങ് സ്ട്രാറ്റജിയും മനസ്സിലാക്കിയിട്ട് നമുക്ക് റെക്കമെൻഡേഷൻ തരാൻ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഞാൻ ബൈ ചെയ്യുന്ന രീതിയിലുള്ള റെക്കമെൻഡേഷൻ നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾക്കത് കാര്യമില്ല. അപ്പോൾ എൻ്റെ റെക്കമെൻഡേഷൻ എനിക്ക് വന്നു കഴിഞ്ഞാൽ മേ ബി ഇറ്റ് വിൽ ബി യൂസ്ഫുൾ ഫോർ ദ കമ്പനി. ഇൻഡിവിജ്വലിന്റെ പാറ്റേൺ മനസ്സിലാക്കി ചെയ്യുന്നതാണ്, മനസ്സിലാക്കി. അതാണ് അൺസൂപ്പർവൈസ്ഡ്. അവിടെ ലേബലിംഗ് ഇല്ല. പക്ഷേ ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ വേണം. ഇതെല്ലാം മോഡലും സക്സസ് ആവുന്നത് ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റയിൽ മാത്രമാണ്. എനിക്കൊന്ന് ഇന്റർനെറ്റ് വന്നതിന് ശേഷമാണ് നീ പറഞ്ഞ ബൂമിംഗ് ഉണ്ടായത് അല്ലേ? ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഹ്യൂജ് എമൗണ്ട് ഡാറ്റയിൽ മെജോറിറ്റിയും AI ജനറേറ്റഡ് ഡാറ്റയാണ്. ഇപ്പോഴത്തെ അതൊരു കൺസേൺ ആണ്. ഇപ്പോൾ ഈ നമുക്ക് ഡാറ്റ ട്രെയിൻ ചെയ്യാൻ, അതായത് AI ജനറേറ്റഡ് ഡാറ്റ ഉപയോഗിച്ചിട്ട് AI ട്രെയിൻ ചെയ്യുമ്പോൾ അതിന് കുറെ അനോമലീസും ബുദ്ധിമുട്ടും ബാക്കിയെല്ലാം വന്നുകൊണ്ടിരിക്കും. അതാണ് ഇനി അടുത്ത നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന പ്രോബ്ലം. അതെനിക്കൊന്ന് ആ എയുടെ അവർക്കും അത് ആര് ജനറേറ്റ് ചെയ്യുന്നുള്ള പ്രശ്നമുണ്ട്. നേരത്തെ ജനറേറ്റഡ് ഇതിനകത്താണ് ആരാണ് ജനറേറ്റ് ചെയ്യുന്നുള്ളതെല്ലാം എന്താണ്. അപ്പോൾ അതിൽ ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ വിഷൻ ഇമേജ് റെക്കഗ്നിഷൻ മോഡൽസ് ഒക്കെ ഉണ്ടായത് എനിക്ക് തോന്നുന്നത് സോഷ്യൽ മീഡിയ വന്നതിന് ശേഷമാണ്. കാരണം നമ്മൾ മുഖം ചുളുങ്ങിയ രീതിയിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് തരാൻ പറഞ്ഞപ്പോൾ നമ്മൾ ഡേറ്റ ഒരുപാട് കൊടുത്തു. എല്ലാവരും അവരുടെ ഫേസ് എടുത്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് കിട്ടിയ ഒരു എൻ്റർടൈൻമെൻറ്റും അവർക്ക് കിട്ടിയ ഒരുപാട് ഹ്യൂജ് ഡേറ്റ ആണ് വോളിയം അവർക്ക്. അതായത് ഇപ്പോൾ ഈ ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോമും പെയ്ഡല്ല. അപ്പോൾ അവിടെ കസ്റ്റമർ നമ്മളാണ്. അപ്പോൾ നിങ്ങളുടെ ഡാറ്റയാണ് അവിടെ സെല്ലാവുന്നത്. അപ്പോൾ ആ ഡാറ്റ വെച്ചിട്ട് അവർ ബിൽഡ് ചെയ്യുന്നു. ഇന്നിപ്പോൾ പുതിയവരിപ്പോൾ അപ്പോൾ അത് നേരത്തെ പറഞ്ഞൊരു സാധനത്തിന് കൺസേൺ എങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ലോകം ഇനി അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത് അങ്ങനെ ആയിരിക്കണം. കാരണം നമുക്ക് ഡേറ്റ ജനറേറ്റ് ചെയ്യാൻ AI കണ്ടന്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഹ്യൂമൻസിനെ കൊണ്ട് ജനറേറ്റ് ചെയ്യിപ്പിക്കുന്ന വേറെ ബാക്ക് ഇപ്പം നമ്മൾ അറിയാതെ പോലും ഒരു പുതിയൊരു സ്ട്രീം ഓഫ് ജോബ്സ് അവിടെ ക്രിയേറ്റ് വിടും. അപ്പം നമ്മൾ അറിയുന്നില്ല ചിലപ്പോൾ ഇത് എന്തിനേക്കാണ് പോകുന്നത്. ആ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്താ അറിയില്ല. സോ ആ ഡേറ്റ പ്രൈവസിയൊക്കെ മാറി ഇപ്പോൾ നമ്മൾ അതില്ലേ സംസാരിക്കുന്നത് പോലും ഡേറ്റയാണെന്ന് പറയുമ്പോൾ ആ ഫീഡ് പോലും ചിലപ്പം ട്രെയിൻ ചെയ്യപ്പെടുന്നുണ്ടാവാം. അപ്പോൾ എന്ന് വെച്ചാൽ റിയൽ ലൈഫിൽ നമ്മൾ ശരിക്കും AIക്ക് വേണ്ടി ഡേറ്റ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് റിയൽ ലൈഫിൽ നമ്മൾ സംസാരിച്ചുകൊണ്ട് തന്നെ. അപ്പോൾ നേരത്തെ പറഞ്ഞാൽ ബ്ലോഗ് സൈറ്റുകൾ ഇനി വേണമെന്നില്ല അല്ലേ? ഇനി അങ്ങനത്തെ പഴയ രീതിയിലുള്ള ഒരു കൺവെൻഷനൽ രീതിയിലുള്ള ഒരു സാധനത്തിന് റിലവൻസ് ഉണ്ടാവില്ല. എല്ലാം ഇപ്പം എനിക്കിപ്പോഴും മനസ്സിലാകുന്ന ഒരു കാര്യം, ഈ സെൽഫ് ഡ്രൈവിംഗ് കാറുകൾ പോലും സെൽഫ് ഡ്രൈവിംഗ് കാറുകൾ എന്ന് പറഞ്ഞാൽ ഇത്രയും ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റയിലാണ് ട്രെയിൻ ചെയ്തിരിക്കുന്നത്. അതാ പറഞ്ഞത്. അത് ഇപ്പം ഒരു പുതിയൊരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ആയിട്ട് വന്നുകൊണ്ട് എല്ലാവരും അതിലേക്ക് വെൽക്കം ചെയ്യുന്നതിന്റെ കാര്യം ഹ്യൂമൻ ലൈക്ക് ബിഹേവിയർ എന്താണെന്ന് മനസ്സിലാക്കാനായിരിക്കും. എന്ന് വെച്ചാൽ ഡ്രൈവിംഗിൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു പെർസ്പെക്റ്റീവിലായിരിക്കും വണ്ടി ഓടിക്കുക. അപ്പോൾ ആ ഒരു ബിഹേവിയറും അതിലൂടെ മനസ്സിലാക്കി എടുക്കാനാണെന്ന് തോന്നുന്നു ഉണ്ടാവുമായിരിക്കും. കാരണം ടെക്നോളജി മാറുന്നത് നമ്മൾ മേ ബി ഫോർ സംതിങ് അത് എന്തെങ്കിലും റീസൺ ഉണ്ടാവും. അവിടെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യേണ്ട ആവശ്യം വരികയാണ്. ഓക്കെ. മൂന്നാമത്തെ കാറ്റഗറി റീഎൻഫോഴ്സ്ഡ് ലേണിംഗ്. അത് പറയുമ്പോൾ ഇപ്പോൾ നമ്മളൊരു ഏജൻറ്റ് അല്ലെങ്കിൽ ഒരു AI തന്നെ നമ്മൾ ലേൺ ചെയ്യാൻ പഠിക്കുന്നു. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ AI എങ്ങനെ ലേൺ ചെയ്യുന്നത്? ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ ഇപ്പോൾ AI ഇപ്പോൾ നമ്മളൊരു
ഒരു എറർ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിനെ ഒരു പെനാൽറ്റി കൊടുക്കുന്നു. ഇപ്പോൾ ഒരു എന്താണ് ബെസ്റ്റ് കേസ് സിനാരിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനൊരു റിവാർഡ് കൊടുക്കുന്നു. അതായത് റിവാർഡ് ആൻഡ് പെനാൽറ്റി സിസ്റ്റം വഴി നമ്മളൊരു മോഡലിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു സ്കോർ കിട്ടും. ആ സ്കോറിൻ്റെ ബേസിലും നമുക്കത് ഒരു ലേണിംഗ് ആണ്. എ ലേൺ ചെയ്യുന്നു, എ സ്വന്തമായിട്ട് ലേൺ ചെയ്യുന്നു, ഒരു മോഡൽ ലേൺ ചെയ്യുന്നു. അത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് നമ്മളുടെ ഈ ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ നമ്മൾ റിവാർഡും അതുപോലെ തന്നെ പെനാൽറ്റിയും കൊടുത്തിട്ട് നമുക്ക് എല്ലാത്തിൻ്റെ ബേസ് പ്രോബബിലിറ്റിയാണ്. പ്രോബബിലിറ്റി ബേസിലാണ് എല്ലാം ചെയ്യുന്നത്. ഒരു ബെഞ്ച് മാർക്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ സക്സസിലേക്ക്. അതെ, ഒരു ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് അല്ലേ, ഏകദേശം അങ്ങനെ പറയാം. ആ രീതിയിലുള്ള അതാണ് അടുത്ത ലേണിംഗ് വരുന്നത്. ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ടെസ്ല സെൽഫ് ഡ്രൈവിംഗ് കാർ ചെയ്തു, അവിടെ ഈ 3 കാര്യങ്ങളും ഉപയോഗിച്ചിട്ടാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ലേബലിന്റെ ഡാറ്റ ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ മുന്നിലുള്ള ഒബ്ജക്ഷൻസും കാര്യങ്ങളൊക്കെ ഡിറ്റക്ട് ചെയ്യുന്നത്. പിന്നെ സൂപ്പർവൈസ്ഡ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് ആയിട്ടുള്ള ഓൺ ദ ഗോയിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുന്നു. പിന്നെ മെഷീൻ തന്നെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അതിന്റെ പ്രഡിക്ഷനും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അക്യുറസി കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എല്ലാം ഡാറ്റയാണ്. ഇപ്പോൾ ഒരു മോഡൽ ട്രെയിൻ ചെയ്യുമ്പോൾ, മോഡൽ ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡാറ്റ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഡാറ്റ വീണ്ടും പ്രോസസ്സ് ചെയ്യുന്നു, വീണ്ടും ഇത് ചെയ്യുന്നു. അപ്പോൾ അതിലൂടെ തന്നെ റീ എഞ്ചിനീയറിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ലേബലിന്റെ ആവശ്യമില്ല. മോഡൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു, ആ ഡാറ്റ നമ്മൾ വീണ്ടും ഇൻജസ്റ്റ് ചെയ്തുകൊണ്ട് അത് സെൽഫായിട്ട് തന്നെ നമ്മളുടെ എന്താ പറയുക ഫീഡ്ബാക്ക് കളക്ട് ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു, കണ്ടിന്യൂസ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞു പോയൊരു സാധനം ഉണ്ട്, നേരത്തെ ആ ഒരു പൈപ്പ് ലൈൻ അപ്പോൾ നമ്മൾ ഡാറ്റ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, പിന്നെ ഡാറ്റ ട്രാൻസ്ഫോർമേഷൻ്റെ സ്റ്റൈലാണെന്ന് തോന്നുന്നു. ക്ലീനപ്പ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. ഇനി ക്ലീനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡാറ്റ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മോഡൽ ട്രെയിൻ ചെയ്യുന്നത്. മോഡൽ ട്രെയിൻ ചെയ്യുന്ന ഒരു ഹ്യൂജ് പ്രോസസ്സാണ്. അതെ, നമ്മൾ ഈ ഡാറ്റ സയൻസ് അപ്പോൾ ഇതെല്ലതും എങ്ങനെ നമ്മൾ വൈസിൽ ഉപയോഗിക്കുന്നു എന്നുവെച്ചാൽ ഡാറ്റ സയൻസ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് മാത്തമാറ്റിക്കൽ ഡാറ്റ സയൻസ് കോമ്പിനേഷൻ ഓഫ് ഡാറ്റ എഞ്ചിനീയറിംഗിലാണ് നമ്മൾ ഇതെല്ലാം ഉപയോഗിക്കുന്നത്. എന്തായാലും അതൊന്നും കൂടി ഞാനിങ്ങനെ മനസ്സിലാക്കിയത്, ഡാറ്റ ഇഞ്ചക്ഷൻ വരുന്നു, ഡാറ്റ ജനറേറ്റഡ് ഡാറ്റ ഒരു വെയർ ഹൗസിലേക്ക് എത്തുന്നു. ആ വെയർ ഹൗസിൽ നിന്ന് എടുക്കുന്ന ഡാറ്റയെ ബിസിനസ് അനാലിസിസ് എടുക്കുന്നു. എന്ന് വെച്ചാൽ ബേസ്ഡ് ഓൺ ഇപ്പോൾ നേരത്തെ പറഞ്ഞ നോയ്സ് ക്യാൻസലേഷൻ, അത് കഴിഞ്ഞ് ഡാറ്റ ട്രാൻസ്ഫോർമേഷൻ, ആവശ്യമുള്ള ഡാറ്റ എടുക്കും. ഡാറ്റ ട്രാൻസ്ഫോർമേഷൻ ഇൻ ദ സെൻസ് സെല്ലുകളെ മുറിച്ച് 2 സെല്ലുകളാക്കി നമുക്ക് വേണ്ട കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ മാത്തമാറ്റിക്കൽ കമ്പാരിസൺ ലോജിക്കൽ ആ ഒരു ALU സാധനം, എന്നിട്ട് അവിടെ നിന്ന് ട്രൂ ഫോൾസ് ബൂളിയനിലേക്ക് എത്തിക്കുന്നു. ആ ബൂളിയനിലേക്ക് എത്തിക്കുന്ന ഭാഗത്തെ പിന്നെ അങ്ങോട്ട് അവിടെ നമ്മൾ മനസ്സിലാവുന്നത് അനാലിസിസ് കഴിഞ്ഞു, ദർ ഇസ് എ ഹ്യൂമൻ ഇൻട്രാക്ഷൻ. പിന്നെ ഡാറ്റ സയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രിഡിക്ഷൻസിലേക്ക് എത്തി, പാറ്റേൺ റെക്കഗ്നിഷനായി. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മളുടെ ഒരു റിയൽ വേൾഡ് സിനാരിയോ, ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ ഇപ്പോൾ നാളെ ഇപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ റേറ്റ് നാളെ എത്രത്തോളം കയറാം അല്ല എത്രത്തോളം കുറയാം നമുക്ക് ഇന്ന് തന്നെ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയും. അതിൻ്റെ പ്രീവിയസ് ഡാറ്റ ഉപയോഗിച്ചിട്ട്. അക്യുറസി ആവണം എന്നില്ല, മേ ബി ഒരു പ്രഡിക്ഷൻ അത് വെച്ചിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാനും കഴിയും. ഇപ്പോൾ ആൽഗോ ട്രേഡിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോഴും റണ്ണിങ് ആണ്. AI ട്രേഡിംഗ് എല്ലാം റണ്ണിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം പ്രെഡിക്റ്റ് ചെയ്യുന്നത് ഈ ഡാറ്റ വെച്ചിട്ടാണ്. അപ്പോൾ അവിടെയാണ് ഈ ഡാറ്റ സയൻസിൻ്റെ ഉപയോഗം വരുന്നത്. ഇപ്പോൾ നമ്മളുടെ ഈ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റ ഉപയോഗിച്ച് നമ്മൾ ഈ മോഡലിനെ ട്രെയിൻ ചെയ്ത് ഡാറ്റ സയൻസ് കഴിഞ്ഞിട്ടാണ് പിന്നെ മോഡലിലേക്ക് എത്തുക. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം പറഞ്ഞു നിർത്തിയ ആ സാധനം ഡേറ്റ ടു AI എന്ന് പറയുന്ന സാധനത്തിനകത്ത് 2ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഒന്ന് ഡേറ്റ എഞ്ചിനീയറിംഗിൽ നിന്നും രണ്ടാമത് ഡാറ്റ സയൻസിൽ നിന്നും. അപ്പം ഡേറ്റ എഞ്ചിനീയറിംഗ് ഞാനൊരു പ്രോജക്റ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡേറ്റ ഇഞ്ചക്ഷൻ ടു ക്ലീൻ ട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞതിന് ശേഷം സ്റ്റോറേജിലേക്ക് എത്തിക്കുക. അതിൽ ചിലപ്പം 2 ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും. നമ്മൾ ഡേറ്റ ഇഞ്ചക്ഷൻ ചെയ്യുന്ന പൈപ്പ് ലൈൻസ്, ഇപ്പോൾ കിനേസിസ് വെയർ ഹൗസും ബാക്കിയുള്ള ഷാർട്ട്സൊക്കെ വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്പിൾ റീജൻസിൽ ഡാറ്റ കളക്ട് ചെയ്യുന്നു, വോളിയൂം ഓഫ് ഡാറ്റ എടുക്കുന്നു, 2 TB ഓഫ് ഡാറ്റ കൊണ്ടുവന്നത്. അത് നേരെ കൊണ്ടുപോയി പെർ ഡേ. അതിപ്പോൾ ഒരു സെക്യൂരിറ്റി ബെൻഡിൻ്റെ സ്പ്ലങ്ക് എന്ന് പറഞ്ഞിട്ടുള്ളായിരുന്നു. അവിടുന്ന് വന്നിട്ട് പിന്നെ ഹെവി ഫോട്ടോസ്, പിന്നെ അവിടെ ഒരു പാഴ്സിംഗ് ഉണ്ട്. ഡാറ്റ പാഴ്സ് ചെയ്യുന്നു, പിന്നെ ക്ലീൻ ചെയ്യുന്നു, പിന്നെ ആവശ്യമുള്ള ഇപ്പോൾ എന്താ പറഞ്ഞാൽ 2 TB ഓഫ് ഡാറ്റ വരുന്നു. പിന്നെ ബാൻഡ് വിഡ്ത്ത് നമ്മൾ കൺസിഡർ ചെയ്യണം, കോസ്റ്റാണ്. അപ്പോൾ അവിടുന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യും, സെൻഡ് ചെയ്യുന്നതിന് മുമ്പായിട്ടൊരു പാഴ്സിംഗ് ഉണ്ട്, ക്ലെൻസിങ് ഉണ്ട്. അതിന് ശേഷമാണ് ഡാറ്റ ബേസിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്യുക. അപ്പോൾ അവിടെ വെച്ച് ഡാറ്റ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു അല്ലേ. പിന്നീടാണ് ഡാറ്റ സയൻസിൻ്റെ അല്ലേ, അത് ഈ പറഞ്ഞ ഡാറ്റ അനാലിസിസ്, ഡാറ്റ സയൻസ്, മെഷീൻ ലേണിംഗ്, AI ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഡാറ്റ സയൻസ് വിളിക്കാൻ പറ്റുന്നത്. അങ്ങനെ പറയല്ല, 2 ബ്രോഡായി മാറ്റം. അപ്പോൾ ഡാറ്റ സയൻസിലേക്ക് എത്തുമ്പോൾ നമ്മൾ പിന്നെ ഈ ഒരു ക്ലീൻ ചെയ്ത ഡാറ്റ പിന്നെയും ഫർദർ പ്രോസസ്സിങ് ഉണ്ടാവും. ക്ലീൻ ചെയ്ത ഡാറ്റ ഫർദർ പ്രോസസ്സ് ചെയ്ത് നമ്മൾ മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നു, ഈ മോഡൽ വെച്ച് പ്രെഡിക്റ്റ് ചെയ്യുന്നു. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ജേർണി ഓഫ് ഡാറ്റ സയൻസ് തുടങ്ങുകയാണ്.
അപ്പോൾ നമ്മൾ ഈ ഡാറ്റ അനാലിസിസ് കഴിഞ്ഞതിന് ശേഷം ആ ഡാറ്റ അനാലിസിസ് വെച്ചിട്ട് നമ്മൾ പ്രഡിക്ഷൻ നടത്തുന്നു. ഓക്കെ, ആ പ്രഡിക്റ്റ് ചെയ്ത സാധനത്തെ മെഷീനെ നമ്മൾ ലേൺ ചെയ്യുന്നു. പ്രെഡിക്റ്റ് ചെയ്ത സാധനത്തിനല്ല, പ്രഡിക്ഷൻ നടക്കുന്നത് മോഡലിന്റെ ട്രെയിനിങ് സമയത്തല്ലേ? അല്ല, ട്രെയിനിങ് സമയത്ത് പ്രഡിക്ഷൻ നടക്കുന്നില്ല. ട്രെയിനിങ് സമയത്ത് നമ്മൾ ഡാറ്റ തരുന്നുണ്ട്, നമ്മളൊരു ഡാറ്റ കൊടുക്കുന്നു, ആ ഡാറ്റ വെച്ചിട്ട് ട്രെയിൻ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോ പ്രെഡിക്റ്റഡ് ഡാറ്റ ഉപയോഗിച്ച് അല്ല, പ്രെഡിക്റ്റഡ് അല്ല, അതിനെ പറഞ്ഞ ലേബൽഡ് ഡാറ്റ എന്ന് പറയാം. ലേബിൾഡ് ഡാറ്റ അല്ലെങ്കിൽ ലേബൽ അല്ലാത്ത ഡാറ്റ. ഡാറ്റ രണ്ട് തരം ആവാം. ലേബിൾഡ് ഡാറ്റ ആണെങ്കിൽ അതിൽ ആൻസറും എററും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവും. മറ്റേതാണെന്നുണ്ടെങ്കിൽ ഡാറ്റയെ കൊടുക്കുന്നുള്ളൂ, ഡാറ്റ സിമ്പിൾ ഡാറ്റ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ രണ്ട് തരം ഡാറ്റ വെച്ചിട്ടും നമ്മൾ ഒരു മാത്തമാറ്റിക്കൽ ഫോം ബിൽഡ് ചെയ്യുന്നു. ഓക്കെ, ഒരു ഫംഗ്ഷൻ ബിൽഡ് ചെയ്യുന്നു. ആ ഫംഗ്ഷനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് മോഡൽ. അങ്ങനെ കളക്ഷൻ ഓഫ് മോഡൽസ് ഈസ് ആൻ AI വിത്ത് ആൻ അംബ്രല്ല. അതെ, ഈ മോഡലിൽ തന്നെ ഈ മോഡലിനെ നമ്മൾ പറയും മേ ബി തിങ്ക് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. എന്ത് എബിലിറ്റി ഉള്ളത്? നമ്മൾ കൊടുത്ത ഡാറ്റ വെച്ചിട്ട് ഒരു ഡിസിഷൻ എടുക്കാനുള്ള എബിലിറ്റി ഉണ്ട്. ഓക്കെ, നമ്മൾ ട്രെയിൻ ചെയ്യാൻ കൊടുത്ത ഡാറ്റ ഉണ്ടല്ലോ, ആ ഡാറ്റയുടെ ബേസിസിൽ ആ മോഡലിനെ തിങ്ക് ചെയ്യാം. ഓക്കെ, അതിനപ്പുറത്തേക്കില്ല. അതിനപ്പുറത്തേക്ക് വരുമ്പോൾ മേ ബി ഇന്നത്തെ ഇപ്പോൾ ChatGPT എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തിനെ പറ്റി കൊടുത്താലും ആൻസർ കിട്ടും. പക്ഷെ അത്രയും ഹ്യൂജാണ് അതിൻ്റെ ട്രെയിൻഡ് ഡാറ്റ. ബില്യൺസും ട്രില്യൺസിലൊക്കെയാണ് ഡാറ്റ വരുന്നത്. അതുകൊണ്ടാണ് ഇതിൽ കിട്ടുന്നത്. അങ്ങനെ എത്തി നമ്മൾ എയിലെത്തി. AI ഈസ് ആക്ച്വലി ആൻ അഗ്രിഗേറ്റർ എന്ന് വെച്ചാൽ ബ്രെയിൻ്റെ കാര്യം പറഞ്ഞ പോലെ വിഷൻ വരുന്നു. വിഷൻ കാലിലേക്ക് കൊടുക്കണോ കയ്യിലേക്ക് കൊടുക്കണോ തീരുമാനിക്കുന്നത് ബ്രെയിനാണ്. ഓക്കെ, സോ എന്നതുപോലെ ഡിസിഷൻ മേക്കിംഗ് ആയിരിക്കും AI ചെയ്യുക. സോ വിച്ച് മോഡൽ ടു ചൂസ് ഫ്രം, അല്ലേ? ആ ഒരു കാര്യം പർട്ടിക്കുലർ എന്ന് വെച്ചാൽ മില്യൺസ് ഓഫ് മോഡൽസ് ഉണ്ട്. ആ മോഡൽസിലേക്ക് ഏത് തരം ചോദ്യമാണ് അല്ലെങ്കിൽ ആ പാരാമീറ്റർ എന്താണ് എന്നനുസരിച്ച് ഡിസിഷൻ എടുക്കുന്നു. ആ ഡിസിഷൻ എടുത്തതിന് ശേഷം മറ്റേടുന്നായിരിക്കും റെസ്പോൺസ് കിട്ടുക. അവിടെയും ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ മില്യൺസ് ഓഫ് മോഡൽ എന്ന് പറയുന്ന പ്രകാരം ലിമിറ്റഡ് മോഡലാണെങ്കിലും ഇപ്പോൾ ഈ എന്താ പറയുക മില്യൺസ് ഓഫ് പാരാമീറ്റർ വെച്ചിട്ട്, അതായത് ഇപ്പോൾ എൻ്റെ അടുത്തൊരു മോഡലുണ്ട്, ഞാൻ എന്താണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ ടെസ്റ്റ് ഡാറ്റ വെച്ചിട്ടും ട്രെയിൻഡാണ്, ഇമേജ് ഡാറ്റ വെച്ചിട്ടും ട്രെയിൻഡാണ്, സ്പീച്ച് ഡാറ്റ വെച്ചിട്ടും ട്രെയിൻഡാണ്. അങ്ങനെ ആ ഒരു ലെവലിലേക്കാണ് ചിന്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ലിമിറ്റഡ് നമ്പർ ഓഫ് മോഡൽസ് മതി. അല്ലെങ്കിൽ ഒരു മോഡൽസിൻ്റെ ഇപ്പോൾ ChatGPT ഒക്കെ ലോഞ്ച് ചെയ്യുന്നത് ഒരു മോഡലാണ്. ആ ഒരു മോഡൽ തന്നെ ഏറെക്കുറെ എല്ലാതും, അതായത് ഡീപ്പായിട്ട് കോഡിങ്ങിലേക്ക് പോവില്ലെങ്കിലും അതിന് പർട്ടിക്കുലർ മോഡൽ വേറെ ഉണ്ട്. പക്ഷേ ജനറിക് ആയ കാര്യങ്ങൾ MBBSന്റെ ജനറൽ മെഡിസിൻ പഠിച്ച ആളുടെ കാര്യം പറഞ്ഞ പോലെ അയാൾക്ക് വന്നാണ് എഞ്ചിനീയറിംഗിന്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ കഴിയില്ല. എന്നുവെച്ചാൽ ഒരു പെരിഫറൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങളിൽ അഡ്വൈസ് കൊടുക്കാൻ പറയാൻ പറ്റും. കാരണം എല്ലാവരുടെയും ബേസിക് നോളജ് ഒന്നാവും. ഓക്കെ, ആ ലെവലിൽ പറയാൻ കഴിയും. പക്ഷേ ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് കുറവായിരിക്കും. പെരിഫറൽ എന്ന് പറഞ്ഞാൽ ഒരു 1000 ഫീറ്റ് ഓവർവ്യൂ എല്ലാവർക്കും സെയിം തന്നെ ആവും. അത് വെച്ചിട്ട് പറയാൻ കഴിയും. ബട്ട് നമുക്കൊരു എന്താ പറയുക, ഇപ്പോൾ മെഡിക്കലിൻ്റെ കേസിലാണ് ക്ലിനിക്കൽ എന്താ പറയുക സജഷൻസ് ആണ് വേണ്ടതെങ്കിൽ ആ മോഡൽ തന്നെ ചൂസ് ചെയ്യണം. അതിൽ ട്രെയിൻ ചെയ്ത മോഡൽ തന്നെ ചൂസ് ചെയ്യണം. ജനറിക് മോഡലിൽ പോയിട്ട് കാര്യമില്ല. അപ്പോഴാണ് ഈ പാരാമീറ്റേഴ്സിൻ്റെ കാര്യം പറഞ്ഞത്. എന്നുവെച്ചാൽ ഏത് മോഡൽ വിച്ച് പാരാമീറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ട്രെയിൻ ചെയ്യപ്പെട്ടു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ മോഡലിൽ തന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു എന്താ പറയുക ഒരു ക്യാറ്റാണോ ഡോഗാണോ സ്പെസിഫിക്കൽ, അതായത് AI ഫസ്റ്റ് പ്രോബ്ലമാണ് ക്യാറ്റാണോ ഡോഗാണോ എന്ന് ക്ലാസിഫൈ ചെയ്യാനുള്ള മോഡൽ. ആ മോഡൽ ഉണ്ടാക്കുമ്പോൾ തന്നെ അതിൽ കൊടുക്കുന്ന പാരാമീറ്റേഴ്സിന്റെ എണ്ണം, അതായത് നമ്പർ ഓഫ് ലേബിൾസിന്റെ എണ്ണം കൂട്ടുക, ലേബിൾസിന്റെ യുണീക്ക് ലേബിൾസിന്റെ എണ്ണം, അതായത് നമ്മൾ കീ വാല്യൂ പെയർസിന്റെ എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിനനുസരിച്ച് അത്ര റിച്ച് ഡാറ്റ നമ്മൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതായത് ഈവൻ കളർ, നെയിലിന്റെ ഷേപ്പ്, ബ്രീഡ് നെയിം, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ അപ്പോൾ ഒരു ഇമേജ് കണ്ടു കഴിഞ്ഞാൽ അത് ജസ്റ്റ് എ ക്യാറ്റ് എന്ന് പറയുന്നതിന് മുന്നേ ആ ക്യാറ്റിന് പേർഷ്യൻ ക്യാറ്റാണോ അല്ലെങ്കിൽ വാട്ട് എവർ ബ്രീഡിൽ വരുന്നതാണ്, ഏത് റീജിയനിൽ വരുന്നതാണ്, അങ്ങനെ ഡീറ്റെയിൽ ഇൻഫർമേഷൻ തരാൻ കഴിയും. അതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഈ ഒരു ഇപ്പറങ്ങിയ ക്ലൗഡിൻ്റെ Fable 5 എനിക്കൊന്ന് 6 ട്രില്യൺ ഡേറ്റ പാരാമീറ്റേഴ്സ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. അതാണ് തോന്നുന്നത് ഏറ്റവും വലിയ ഇപ്പോഴത്തെ മാർക്കറ്റിലുള്ള ഏറ്റവും ലാർജ് മോഡൽ. അപ്പം അത് ചെയ്തേക്കുന്ന മോഡൽ ട്രെയിൻഡ് യൂസിങ് ദി ടെക് എന്താണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആണെന്ന് തോന്നുന്നു. അതിനകത്ത് കൂടുതലും സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിന്റെ ആർക്കിടെക്ചറൽ ഡയഗ്രാംസ്, ലാർജ് ഗോളിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന എനിക്ക് തോന്നുന്നു പ്രോജക്ട് മാനേജ്മെന്റ് ലെവലിലാണ് തോന്നുന്നു Fable ട്രെയിൻ ചെയ്യപ്പെട്ടു എന്നുള്ളത് തോന്നുന്നു എനിക്ക്. എനിക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് അല്ല, എന്ന് വെച്ചാൽ ഞാൻ ചോദിക്കുന്നത് Fable 5 ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു എന്താണ് സയന്റിഫിക് പ്രോബ്ലം അല്ലെങ്കിൽ ഒരു മെഡിക്കൽ തീസിസ് ഒക്കെ ചെയ്യുന്നതിനെ കുറിച്ച് എന്താ പറയുക അഭിപ്രായം? അതിനെപ്പറ്റി ചോദിക്കാൻ എനിക്ക് വലിയൊരു ഇതില്ല അതിനെപ്പറ്റി. അല്ല, ഞാൻ ചോദിക്കുന്നത് പർട്ടിക്കുലർ മോഡൽ ഈസ് ഡിഫൈൻഡ് ഫോർ സംതിങ്. ഇപ്പോൾ ആ മോഡൽ ട്രെയിൻ ചെയ്തിരിക്കുന്നത് X and Y ഫീച്ചർ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി പെർഫോം ഗുഡ്.
എന്ന് വെച്ചാൽ അത് എക്സൽ ചെയ്യുന്നതിൻ്റെ ആ ഏരിയയിലായിരിക്കും. ആ ഏരിയയിലാണെന്നുണ്ടെങ്കിൽ അതാവും അതിൻ്റെ ബെസ്റ്റ് ഔട്ട്പുട്ട്. ഓക്കെ. അതിൻ്റെ പകരം അത് അതിനെ തീരെ, അതായത് ഇപ്പോൾ തീരെ ട്രെയിൻ ചെയ്യാത്തൊരു ഡാറ്റയിലുള്ള പ്രോബ്ലമാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഇറ്റ് വിൽ ഗീവ് ഔട്ട്പുട്ട് ബട്ട് ഇറ്റ് വിൽ ബി എ ജാർഗൺ. ഓക്കെ, ദർ വിൽ ബി എ ചാൻസ് ഓഫ്, ഐ മീൻ അടുത്ത പോയിന്റ് പറയുന്നത് AI ക്യാൻ മേക്ക് മിസ്റ്റേക്സ്. ഒരിക്കലും ട്രസ്റ്റ് ചെയ്യാൻ പാടില്ല. AI ക്യാൻ മേക്ക് മിസ്റ്റേക്ക്. യു ഹാവ് ടു വെരിഫൈ. അതിന് വേറൊരു കാര്യം AI ഹാലൂസിനേഷൻ കേട്ടിട്ടുണ്ടാവും. AI ഹാലൂസിനേഷൻ കോണ്ടെക്സ്റ്റ് ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് വരുന്ന സമയത്തും AI ഭയങ്കര കോൺഫിഡന്റ് ആയിട്ടൊരു ആൻസർ തരും. നമ്മൾ എത്ര ചോദിച്ചാലും അത് തന്നെയാണെന്ന് പറയും. പിന്നെ അത് നമ്മൾ തിരുത്താൻ നിൽക്കും. അതിപ്പോൾ എനിക്ക് ഇപ്പോൾ കുറച്ച് ഓട്ടിസം ഉള്ള ആൾക്കാർ US ട്രെൻഡിങ് ആണ് AI പരീക്ഷിക്കുന്ന ഒരു പരിപാടി. ഓക്കെ. ഇപ്പം ഞാൻ എത്ര ഒരു ഓടിയെന്ന് പറയും. നിങ്ങളുടെ സമയം വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ 100 മീറ്റർ ഓടിയിരിക്കുന്നു, ഉത്തരം തരും. അതെ, അത് തന്നെ. അതായത് വളരെ കോൺഫിഡൻ്റ് ആയിട്ട്, വളരെ കോൺഫിഡൻറ്റ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക. അതായത് നമ്മളൊരു ഹ്യൂമൻ ലൂപ്പ് അവിടെ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ആൻസർ നമ്മൾ പലതിലേക്ക് ഇൻജസ്റ്റ് ചെയ്യും. ഇവിടെയാണ് ഈ കോഡിങ്ങിൻ്റെ ഒക്കെ പ്രശ്നം വരുന്നത്. കോഡിങ് നമ്മളിപ്പോൾ വെറും പ്രോംപ്റ്റ് മാത്രം കൊടുത്തിട്ട് ഇന്നത്തെ കാലത്ത് ഫുൾ സ്റ്റാക്കും എല്ലാ സ്റ്റാക്കും നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. ബിൽഡ് ചെയ്ത് നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്നതിന് മുന്നേ ഓരോ സ്റ്റേജ് നമ്മൾ പ്രോസസ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ AI യൂസ് ചെയ്യേണ്ടതെന്നല്ല, AI യൂസ് ചെയ്തിട്ട് തന്നെ എല്ലാവരും ഇപ്പോൾ കോഡ് ചെയ്യുന്നത്. ആ കോഡ് ചെയ്യുമ്പോൾ പോലും AI യൂസ് ചെയ്ത് അത് വെരിഫൈ ചെയ്യണം. AI എന്ത് തരുന്നു അതല്ല ഫൈനൽ. അത് വെരിഫൈ ചെയ്ത് അത് എറർ ഫ്രീ ആക്കി, അത് എന്താ പറയുക, റിവ്യൂസ് കഴിഞ്ഞു, ഐ മീൻ ടെസ്റ്റിങ് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് വേണം നമ്മളത് അക്സെപ്റ്റ് ചെയ്യാൻ. അങ്ങനത്തെ ആ പൈപ്പിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. എന്ന് വെച്ചാൽ ഇപ്പോൾ എന്ത് കൊടുത്താലും ഡേറ്റ, ഇപ്പോൾ ഉദാഹരണം നമുക്കൊരു GTA 6 ഒരു ഗെയിം വേണമെന്ന് പറഞ്ഞിട്ട് അത് ഉണ്ടാക്കി തരും. പക്ഷെ അത് എന്താണെന്നോ അല്ലെങ്കിൽ അത് എറർ ഉണ്ടായെന്നോ, ഇപ്പോൾ ചില ക്ലാസിഫൈഡ് ഡേറ്റ പോലും അത് പബ്ലിഷ് ചെയ്യാറുണ്ട്. അതൊന്നും നമ്മൾ വെരിഫൈ ചെയ്തില്ലെങ്കിൽ, ഞാനിപ്പോൾ അടുത്ത് ഏതാണ്ടൊരു ഡോക്യുമെന്റ് PDF ആണ്. ആ PDF കൊടുത്തേക്കെന്ന് പറഞ്ഞാൽ ഡേറ്റ് വെച്ചിട്ട് PDF ആണ് വാല്യൂ ചെയ്തേക്കുന്നത് 101 എന്ന് പറഞ്ഞിട്ട്. ഡേറ്റ് മാറ്റി കൊടുക്കുന്നതനുസരിച്ച് PDF എന്ന് വെച്ചാൽ ക്ലാസിഫൈഡ് ഡേറ്റ സെർവറിൽ നിന്ന് നമുക്ക് സാധനം കിട്ടും. ദർ ഇസ് നോ എൻക്രിപ്ഷൻ, ഒന്നും കിട്ടുന്നില്ല. അത് എനിക്ക് തോന്നുന്നു ഇതേപോലെ ആരോ ഒരു AI കൊടുത്തപ്പോൾ പാറ്റേൺ കിട്ടിയതാണ്. എന്നാൽ ഒരു പാറ്റേൺ റെക്കഗ്നൈസ് ഒരു UID അല്ലെങ്കിൽ ഒരു റാൻഡം, അവിടെയാണ് ഞാൻ പറഞ്ഞ ഈ റാഗിന്റെ ഒക്കെ പ്രസക്തി വരുന്നത്. റിട്രീവർ ഓഗ്മെന്റ് ജനറേഷൻ. ഇപ്പോൾ റാഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് ക്ലാസിഫൈഡ് ആയ ഡാറ്റ ഉണ്ട്. എനിക്കത് എവിടെ ഇൻജസ്റ്റ് ചെയ്യണ്ട, എനിക്ക് ഒരു ട്രെയിനിങ്ങിനും കൊടുക്കണ്ട. ഞാൻ ആ ഡാറ്റ, ബട്ട് എനിക്ക് ആ ഡാറ്റ വെച്ചിട്ട് പ്രെഡിക്ഷനും വേണം. അപ്പോൾ നമ്മളൊരു LLM നമ്മൾ ബിൽഡ് ചെയ്യണം. ആ ബിൽഡ് ചെയ്യുന്നതിന് കൂട്ടത്തിൽ തന്നെ നമ്മൾ ഈ റാഗ്, നമ്മളുടെ ഈ എന്താ പറയുക ഇൻഡിജീനിയസ് പ്രോപ്പർട്ടി, അതായത് നമ്മളുടെ ഈ ക്ലാസിഫൈഡ് ഡാറ്റ, ഇന്റേണൽ ഡോക്യുമെന്റേഷൻ, ഐ മീൻ കമ്പനി ഡീറ്റെയിൽസോ സെക്യൂരിറ്റി ഡാറ്റ എന്തോ ആവാം, എനിക്കത് പബ്ലിക്കിലേക്ക് കൊടുക്കാൻ താല്പര്യപ്പെടാത്തൊരു ഡാറ്റ, ആ ഡാറ്റയിൽ നമ്മൾ പ്രോസസ്സ് ചെയ്യണം. എനിക്കതിൽ അതിൻ്റെ റിസൾട്ടും അല്ലെങ്കിൽ അതിൻ്റെ പ്രഡിക്ഷൻ എല്ലാം വേണം. അങ്ങനത്തെ കേസിലാണ് നമ്മൾ ഈ ഡാറ്റയെ നമ്മൾ എംബഡ് ചെയ്ത് വെക്ടറൈസ് ചെയ്ത് വെക്കുന്നു. എന്നിട്ട് ഈ റാഗ് പൈപ്പിലൈൻ നമ്മൾ സെറ്റ് ചെയ്യുന്നു. റാഗ് പൈപ്പിലൈൻ എങ്ങനെ സെറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, റാഗ് പൈപ്പിലൈൻ ഇപ്പോൾ ഒരു സാധാ നമ്മളുടെ ജനറേറ്റീവ് AIയുടെ LLM മോഡൽ വെച്ചിട്ട് റൺ ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെ, അതിൽ നമ്മളൊരു എക്സ്ട്രാ ഫീച്ചറും കൂടി കൊടുക്കുന്നു. റാഗ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ബെനിഫിറ്റ് എന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ഒരു കോൺടെസ്റ്റ് നിങ്ങൾ ചോദിക്കുന്നു. ഒരു കോൺടെസ്റ്റ് ചോദിക്കുമ്പോൾ ആ കോൺടെസ്റ്റ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ആ പ്രൊപ്രൈറ്ററി ഡാറ്റേനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണോ എന്ന് അത് ആദ്യം ചെക്ക് ചെയ്യും. ഇന്റേണൽ ഡാറ്റാബേസിൽ ആദ്യം ചെക്ക് ചെയ്യും. അതെങ്ങനെ നമ്മൾ ഓൾറെഡി വെക്ടറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ചെക്ക് ചെയ്തിട്ട് അതിനൊരു പ്രോപ്പറായിട്ടുള്ള ഒരു റിസൾട്ടാണ് കിട്ടുന്നതെങ്കിൽ ഈ ഡാറ്റ പോപ്പുലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരും. അത് വെരിഫൈ ചെയ്യാൻ കുറച്ച് ഞാൻ ചോദിക്കട്ടെ, അപ്പം നമ്മൾ ഈ പറഞ്ഞ AI എന്ന് പറഞ്ഞ പബ്ലിക് ആയിരിക്കും. ഇപ്പോൾ ഉദാഹരണം ആ AIക്ക് ആക്സസ് കൊടുക്കണം. ആ AIക്ക് ആക്സസ് കൊടുക്കുന്നില്ല. ബട്ട് അതിന്റെ മുകളിൽ ഒരു റാപ്പർ ഉണ്ട്. നമുക്കൊരു LLM മോഡൽ ഉണ്ടാവും. അല്ല, ഇപ്പോൾ ഈ LLM മോഡൽ ഇപ്പോൾ നിങ്ങൾക്കത് ChatGPT ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇന്റേണൽ ആയിട്ട് ഹോസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാം. പക്ഷെ നമ്മളുടെ ഡാറ്റ നമ്മൾ ഈ മോഡലിന് ഒന്നിനും ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല. നമ്മളുടെ ഡാറ്റ നമ്മൾ തന്നെ അത് വെക്ടറൈസ് ചെയ്ത് അതിൽ എംബഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതായത് എംബഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മളുടെ ഡാറ്റ മാത്തമാറ്റിക്കൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. N/N വെക്ടേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതാണ് വെക്ടറൈസ് ചെയ്ത ഡാറ്റ. അപ്പോൾ ആ ഡാറ്റ ഇപ്പോൾ അതൊരു കോൺടെസ്റ്റ് ബേസിലാവും, അതേപോലെ ടെസ്റ്റ് ബേസിലാവില്ല. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു കോൺടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കോൺടെസ്റ്റിൽ വരുന്നു. ഈ കോൺടെക്സ്റ്റും നമ്മൾ കയ്യിലുള്ള ഡാറ്റയുടെ, അതായത് വെക്ടേഴ്സിന്റെ കോൺടെസ്റ്റും കമ്പയർ ചെയ്യും. ആ ഡാറ്റ അങ്ങനെയല്ല കമ്പാരിസൺ നടക്കുന്നത്. അല്ല, അതെന്ന് വെച്ചാൽ ആ കമ്പാരിസൺ പബ്ലിക്ലി അവൈലബിൾ ആയിട്ടുള്ള ഒരു മോഡലായിരിക്കും നമ്മൾ ഉപയോഗിക്കുക.
മോഡൽ അവിടെ അല്ല, നിങ്ങൾക്ക് ഒരു റിക്വസ്റ്റ് വരുന്നത്, അതായത് നിങ്ങളുടെ പ്രോംപ്റ്റ് കഴിഞ്ഞിട്ടുള്ള കാര്യം ഫീഡ് ചെയ്തു. പ്രോംപ്റ്റ് കഴിഞ്ഞാൽ ആദ്യം ആ റിക്വസ്റ്റ് സെർവ് ചെയ്യുന്നത് നിങ്ങളാണ്. അവിടെയാണ് ഈ റാഗിൻ്റെ ഇത് വരുന്നത്. അത് നിങ്ങളേക്കാണ് റിക്വസ്റ്റ് വരുന്നത്. നിങ്ങൾ സെർവ് ചെയ്യുന്നു, നിങ്ങൾ ആ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നു. ആ റിക്വസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ വെക്ടറിൽ ചെക്ക് ചെയ്യുന്നു. അവിടെ കിട്ടുന്നില്ല. അവിടെ കിട്ടുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾ LLMലേക്ക് പോകുന്നു. അവിടെ കിട്ടി നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു മാച്ചിങ് കിട്ടി കഴിഞ്ഞാൽ മാച്ച് റിസൾട്ട്. ഞാൻ അപ്പോൾ നമ്മളുടെ കസ്റ്റമൈസ്ഡ് മോഡലായിരിക്കും ഈ ഫ്രണ്ട് എൻഡിലുള്ള പ്രോംപ്റ്റ് സ്വീകരിക്കുന്നത്. അതെ. അതെടുത്തതിന് ശേഷം പിന്നീട് നമ്മുടെ ഇന്റർണൽ ഡാറ്റാബേസിലേക്ക് ചെക്ക് ചെയ്യുന്നു. അത് കിട്ടിയില്ലെങ്കിൽ പിന്നീട് എങ്ങനെ പോകുക? അത് ഏത് ചാനൽ വഴിയാണ് പോകുന്നത്? കിട്ടിയില്ലെങ്കിൽ നേരെ നമ്മൾ ഇപ്പോൾ ഒരു പൈപ്പ് ലൈൻ ഉണ്ട്. ആ ഒരു പൈപ്പ് ലൈനിൽ നമ്മൾ ബ്ലോക്ക് കൊടുക്കുന്നു. ആ ബ്ലോക്ക് കൊടുത്തിട്ട് നമ്മളവിടെ പ്രോസസ്സ് ചെയ്യാൻ പറയും നമ്മളുടെ ഡാറ്റ. ആ ഡാറ്റ നമുക്ക് കിട്ടിയില്ലെങ്കിൽ തിരിച്ച് ബാക്ക് ടു LLMലേക്ക് പോകുന്നു. LLM പ്രോസസ് ചെയ്ത് ഡാറ്റ റിട്രീവ് ചെയ്യുന്നു. ആ LLM പബ്ലിക്കലി LLM പബ്ലിക്കലി അവൈലബിൾ ആണ്. അപ്പോൾ അത് നമ്മൾ തീരുമാനിക്കണം എവിടേക്ക് നിർത്തണം എന്നുള്ളത്. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ കമ്പനികൾ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. ഒരു കമ്പനികളുടെ ഉപയോഗിക്കുന്ന ഇപ്പോൾ ഈ പറഞ്ഞ പോലെ FAQ ഒക്കെ സെറ്റ് ചെയ്യാൻ ചിലപ്പോൾ കമ്പനിയുടെ ഡീറ്റെയിൽ ഇൻഫർമേഷൻ അവിടെ FAQ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ഫിനാൻസ് ഡാറ്റ ചെയ്യുന്നത് അതൊന്നും വേറൊരു കമ്പനിയിലേക്ക് കിട്ടാൻ പാടില്ല, ഫിനാൻസ് ഡാറ്റ ഒന്നും. അപ്പോൾ ഈ ഒരു സാധനം സെറ്റ് ചെയ്ത് അവിടെ എന്താ പറയുക പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മളൊരു കസ്റ്റം LLM ഉണ്ടാക്കേണ്ടി വരും. കസ്റ്റം LLM ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അതായത് നമ്മളുടെ ഓൾറെഡി ഉള്ള LLM. ഇപ്പം ഇപ്പോൾ എന്താ പറയുക ഒലാമ വെച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഹൗസ് ആയിട്ട് നിൽക്കുന്ന മോഡൽസ് ആയിരിക്കും. അത് വേണമെന്നില്ല. അത് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. നമ്മളപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ സെക്യൂർ ചെയ്ത്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നത് ഒരു സ്പ്ലിറ്റ് കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ LLMലേക്ക് ഡയറക്റ്റായിട്ട് ചാറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ അവിടെ നമ്മളൊരു വാലിഡേഷൻ നടത്തുന്നു. എന്നിട്ട് അത് കിട്ടുന്നില്ലെങ്കിൽ മാത്രം ബാക്ക് ടു LLMൽ പോയി നിങ്ങൾക്ക് ഡാറ്റ കിട്ടണം. ആ LLM മേ ബി സെൽഫ് ഹോസ്റ്റഡ് ആവാം, അല്ലെങ്കിൽ API ത്രൂ നിങ്ങളുടെ ഗ്രോക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടിയിലേക്ക് പോയിട്ട് ഡാറ്റ എടുക്കുന്നതാവും. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് വെക്ടറൈസേഷൻ ചെയ്യേണ്ടത് എങ്ങനെയാണ്? അത് നോർമൽ എന്താ പറയുക സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പ്രോസസ്സ് തന്നെയാണ്. എംബഡിങ് ആൻഡ് വെക്ടറൈസേഷൻ, ഫയസ് ഇൻഡെക്സിങ് എന്നുള്ള പറയുന്നത്. ആ പ്രോസസ്സാണത്. ആ പ്രോസസ്സ് കഴിഞ്ഞ് അവിടെ സെറ്റ്. അപ്പോൾ അല്ല അത് ചെയ്യണമെങ്കിൽ എന്ത് ക്വാളിറ്റി, ഏത് തരം കോഴ്സ് എടുക്കണം നമുക്ക്? ഓക്കെ, അതിന് ബേസിക് ആയിട്ടുള്ള എൻഡ് ഓഫ് ദി ഡേ ഇതെല്ലാം പൈത്തണിൻ്റെ ബേസിൽ വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കോഴ്സ് സജസ്റ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ പൈത്തണിൽ അത്യാവശ്യം നല്ലൊരു ബേസിക്കുള്ള ഒരാൾക്കുള്ള ഇൻസൈറ്റ്, ഒരു ഇൻ്റർമീഡിയറ്റ് ലെവലുള്ള ഒരാൾക്കും ഒരു 1-2 പ്രോബ്ലം സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ സോൾവ് ചെയ്ത് തുടങ്ങാനുള്ള ആ ഒരു മൈൻഡ് സെറ്റുള്ള ഒരാൾക്ക് പതുക്കെ മെഷീൻ ലേണിങ്ങിൻ്റെ ബേസിക്സ് പഠിക്കാൻ തുടങ്ങാം. ഏത് മൊഡ്യൂൾ ഏതാണ്? അല്ല, ബേസിക്സ് എന്ന് പറഞ്ഞാൽ മൊഡ്യൂളായിട്ടല്ല. അതായത് എന്താണ് മെഷീൻ ലേണിംഗ്, എങ്ങനെയാണ് അത് വർക്ക്. അല്ല അതല്ല ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ പൈത്തൺ ഒരു മൊഡ്യൂൾ ഉണ്ടല്ലോ. അല്ല, പൈത്തൺ മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ പൈത്തൺ ഇപ്പോൾ അത്യാവശ്യമായിട്ട് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ അറിയുന്ന ഒരാൾ, ഒരു എന്താ പറയുക ഫയൽ ഹാൻഡ്ലിങ് ചെയ്യാൻ കഴിയുന്ന ഒരാൾ, ഇപ്പോൾ ഒരു CSV റീഡ് ചെയ്യാനും അല്ലെങ്കിൽ ഒരു എക്സൽ റീഡ് ചെയ്യാനും ഒരു JSONലേക്ക് റൈറ്റ് ചെയ്യാനും ഒരു സീരിയലൈസ്ഡ് മോഡൽ എന്താണെന്ന് മനസ്സിലാക്കുന്ന അത്രയും സ്കില്ല് മതി ഒന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ. പിന്നെ ഓൺ ദ ഫ്ലൈ നമ്മളെല്ലാം അക്യൂർ ചെയ്തിരിക്കണം. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ എങ്ങനെയാണ് AI തുടങ്ങാന്നുള്ളതിനെ പറ്റി ഒരു അണ്ടർസ്റ്റാൻഡിങ് വരും. ഓക്കെ, അത് വായിച്ചാൽ മനസ്സിലാവും. ഫയൽ ഹാൻഡ്ലിങ്ങും ഫയൽ ഹാൻഡിൽ ചെയ്യുന്ന ഒരാൾക്ക് എന്തായാലും എറർ ഹാൻഡ്ലിങ് അറിയണം. കാരണം അവിടെ ഫയൽ ഇല്ലാന്നുണ്ടെങ്കിൽ അവനവിടെ എറർ അടിച്ചല്ലോ. അപ്പോൾ ട്രൈ ആൻഡ് ക്യാച്ച്, ട്രൈ ആൻഡ് അക്സെപ്റ്റ് ഉള്ള മെത്തേഡ് എല്ലാം പഠിച്ചിട്ടുണ്ടാവണം. ബേസിക്സ് കവർ ചെയ്താൽ തന്നെ ബേസിക്സ് നല്ല രീതിയിൽ കവർ ചെയ്ത് അത്യാവശ്യം ഒരു റീസണിങ് സ്കില്ല് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ അപ്പോൾ നമ്മളിപ്പം മൊഡ്യൂൾ ഉപയോഗിക്കുന്നിടത്താണ് ഈ പറഞ്ഞ പൈത്തൺ ഡൈവേഴ്സിഫൈ ആവുന്നത്. അതെ, കാരണം വെബ് ടെക്നോളജീസിലോ ഗെയിം ഡെവലപ്മെന്റ് ഇങ്ങനെ പോവാം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ LLM ക്രിയേഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ വെക്ടറൈസേഷൻ അവിടെയാണെന്ന് തോന്നുന്നത് എംബഡിങ് ആണ് പ്രധാന പ്രശ്നം അല്ലേ? ആ എംബഡിങ് തുടങ്ങാൻ നമ്മൾ ഏത് മോഡൽ മൊഡ്യൂൾ? ഇപ്പോൾ പാൻഡാസ്, നംപൈ എന്നുള്ള ഈ ഡാറ്റാ സയൻസ് മോഡൽ അത് മതിയാവും. അത് മതിയാവുന്നല്ല, അതിൻ്റെ ബേസിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ കൊടുക്കുന്ന ഡാറ്റ ഈ ഒരു നംപൈ അരയൊക്കെ ആയിട്ടാണ് സേവ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അത് മേ ബി നിങ്ങൾക്ക് JSON ആയിട്ട് സേവ് ചെയ്യാം, അല്ലെങ്കിൽ അതിനുള്ള ഡാറ്റാബേസിലേക്ക് സേവ് ചെയ്യാം, ChromaDB പോലുള്ള ഡാറ്റാബേസിലേക്ക് സേവ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഇൻഹൗസ് ആയിട്ട് ഇപ്പോൾ നമ്മൾ SQLite എന്ന് പറഞ്ഞ ഡാറ്റാബേസ്, ഇൻ മെമ്മറി ഡാറ്റാബേസ്, അതുപോലെ തന്നെ നമുക്ക് JSON ആയിട്ടും സേവ് ചെയ്തെടുത്ത് വെക്കാം. അല്ല, നമ്മൾ ഈ പാരാമീറ്റേഴ്സ്, ഇത്രയും പാരാമീറ്റേഴ്സ് നമ്മളിപ്പോൾ വെക്ടറൈസ് ചെയ്യാന്ന് പറഞ്ഞ സാധനമില്ലേ, അതൊരു ടൈപ്പ് ഓഫ് ഡാറ്റ ആയിരിക്കില്ലേ? ഇല്ല, അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ പാരാമീറ്റേഴ്സ് ഇപ്പോൾ ഇപ്പോൾ നമ്മളെ കയ്യിലുള്ള ഡാറ്റയ്ക്ക് ഒരു നേച്ചർ ഉണ്ടാവും. ഒരു ഫൈനാൻസ് ഡാറ്റ,
ഒരു ഫൈനാൻസ് ഡാറ്റ ആണെന്നുണ്ടെങ്കിൽ അതിൽ നമ്പർ ഓഫ് റോസ്, നമ്പർ ഓഫ് കോളംസ് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ആ ഡാറ്റ നമ്മളെടുത്തുണ്ടാവും. അപ്പോൾ അതിൻ്റെ രീതിയിലാവും നമ്മൾ അത് എംബഡ് ചെയ്യാനുള്ള കോഡ് എഴുതേണ്ടത്. എംബഡിങ് ഇസ് നോട്ട് എ ഈസി ടാസ്ക്. അതിനും വേറെ സെപ്പറേറ്റ് മോഡ്യൂൾസോ? മോഡ്യൂൾസ് അല്ല, അവിടെ നമ്മൾ ഇന്റലക്ച്വൽ നമ്മളുടെ ബ്രെയിൻ നമ്മളവിടെ വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അത് പ്യുവർ മാനുവൽ കോഡിംഗ് തന്നെയാണ്. ഓട്ടോമേറ്റ് ചെയ്യാം, AI ഉപയോഗിച്ച് ഓട്ടോമേറ്റ് ചെയ്യാം. അല്ല, ചെയ്യാൻ പറ്റും, അതല്ല പറഞ്ഞത്. സീരീസ് ഓഫ് എക്സിക്യൂഷൻ സ്റ്റെപ്പ് ആയിരിക്കും, അതിന് പുറകിൽ കാണാത്തതായിട്ടൊന്നുമില്ല. നോർമൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. ഓക്കെ, ഞാൻ ആദ്യം ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഏജന്റിക് വേഴ്സസ് ഓട്ടോമേഷൻ എന്ന് പറഞ്ഞിട്ട്. അത് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടായത് ഞാൻ പലരോടും ചോദിച്ചാണ്. ഇത് ശരിക്കും ഓട്ടോമേഷൻ്റെ മേഖലയിൽ വരുന്നല്ലേ? ഇപ്പം എല്ലാവരും ഞങ്ങൾ AI ജനറേറ്റഡ് ആണ് അല്ലെങ്കിൽ AI ഓട്ടോമേറ്റഡ് ആണെന്നൊക്കെ പറയുമ്പോൾ ചില സമയത്ത് അത് ഓട്ടോമേഷൻ ആണെന്ന് തോന്നിയപ്പോൾ എൻ്റെ അടുത്ത് വേറെ ആൾ കറക്റ്റ് ചെയ്തത് ഇറ്റ് മേ ബി യൂസിങ് ഇൻ ഇൻ്റലിജൻസ് പുറകിൽ, അതുകൊണ്ടായിരിക്കും പറഞ്ഞത്. അപ്പം അതേ കോണ്ടെക്സ്റ്റ് നിൽക്കുന്ന മറ്റൊരു കാര്യമാണ് ഈ പറഞ്ഞ വാട്ട് ഈസ് എൻ ഏജന്റിക് AI വേഴ്സസ് ഏജന്റിക്. ഓക്കെ, ഏജന്റിക് ഇപ്പോൾ നിങ്ങൾ ആദ്യം പറഞ്ഞ കേസ് ഉണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ ഓട്ടോമേഷൻ, ഈ ഓട്ടോമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എൻ ഏജന്റ്. ഓക്കെ, അതൊരു ഏജന്റ് ഉപയോഗിച്ച് ഓട്ടോമേറ്റ് ചെയ്യുന്നതാണ് ഏജന്റിക് എന്ന് വെച്ചാൽ ഒരു function is doing all this repetitive task in a predictive manner. Okay, അത് ഏജന്റ് ആണ്. അപ്പോൾ ഒരു ഏജന്റ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ റൺ ചെയ്യുന്നു, ഔട്ട്പുട്ട് കിട്ടുന്നു. അതായത് അതിന് ഡെസിഗ്നേറ്റഡ് ആയ ഫംഗ്ഷൻ റൺ ചെയ്യുന്നു, അതിന് നെക്സ്റ്റ് അല്ലെങ്കിൽ അടുത്ത ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഔട്ട്പുട്ട് കിട്ടുന്നു, ഒരു ഇൻപുട്ടിന് ഒരു ഔട്ട്പുട്ട് കിട്ടുന്നു. ഓക്കെ, അതൊരു ഫംഗ്ഷൻ, അതൊരു ഏജന്റ്. ഈ ഏജന്റ് ഉപയോഗിച്ചിട്ട് നമ്മളൊരു വർക്ക് ഫ്ലോ സെറ്റ് ചെയ്യുമ്പോൾ അത് ഏജന്റിക്കായി. കോമ്പിനേഷൻ ഓഫ് ഏജന്റ്സ്. അപ്പോൾ അതൊരു ഓട്ടോമേഷൻ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമേഷൻ ഏജന്റ് ആയി, പൈപ്പ് ലൈൻ സെറ്റ് ചെയ്ത പോലെ. പിന്നെ ഇതിലേക്ക് AI ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴാണ് ഇത് ഏജന്റിക് AI ആവും. അപ്പോൾ ഒരു ഏജന്റിക് AIയിൽ എല്ലാ മൊഡ്യൂളും AI അല്ല, എല്ലാ ഏജന്റും AI ആവണമെന്നില്ല. ചില സെയിം ടാസ്കുകളുണ്ട്, അത് AIയുടെ ആവശ്യമില്ലാതെ റൺ ചെയ്യുന്ന ഇൻഡിവിജ്വൽ ഫംഗ്ഷൻസും ഉണ്ടാവും. ബട്ട് അതിൽ ചില ഫംഗ്ഷൻസ് നമുക്ക് ഒരു ഡിസിഷൻ എടുക്കേണ്ടി വരും, ഒരു എക്സ്ട്രാ ബ്രെയിൻ വേണ്ടി വരും. ആ ബ്രെയിൻ വരുന്ന ഭാഗം നമ്മൾ ഒരു ഏജന്റ് ഉണ്ടാവും. എന്നുവെച്ചാൽ ഒരു ഏജന്റിക് വർക്ക് ഫ്ലോയിൽ അല്ല, ഒരു ഏജന്റിക് വർക്ക് ഫ്ലോയിൽ മേ ബി ഒരു 10 ഏജന്റ്സ് ഉണ്ട്. ആ 10 ഏജൻസും AI ആവണമെന്നില്ല, AI ഏജന്റ് ആവണമെന്നില്ല. 9 എണ്ണം നോൺ ഏജന്റ് ഓട്ടോമേഷൻ ടാസ്കുകളായിരിക്കും. എന്നാൽ അതിലേക്ക് ഒരെണ്ണം AI ടാസ്ക് വരുമ്പോഴാണ് അത് ശരിക്കും പറഞ്ഞാൽ AI വർക്ക് ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരെണ്ണം AI വർക്ക് ഫ്ലോ വരുമ്പോൾ എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഒരു എക്സ്ട്രാ ബ്രെയിൻ വരുന്നു. ഏതാണ് ആ ബ്രെയിൻ? LLM ആണ്. ഓക്കെ, ആ LLM ഉപയോഗിച്ചിട്ട് ഒരു ഏജന്റ് ഔട്ട്പുട്ട് എക്സിക്യൂട്ട് ചെയ്തും പാസ് ചെയ്യുന്നു. നെക്സ്റ്റ് AI ഏജന്റ് ആണ് വരുന്നതെങ്കിൽ ആ കിട്ടിയ ഔട്ട്പുട്ടിനെ ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്നു. പ്രെഡിക്റ്റ് ചെയ്തതിനു ശേഷം അനാലിസിസ് നടത്തി ഒരു ഡിസിഷൻ എടുക്കുന്നു. ആ ഡിസിഷൻ മേ ബി ഇപ്പോൾ ഈ പറഞ്ഞ 10 ഏജന്റും ഏജന്റിക് ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഓരോ ഏജൻസും അത് അതുപോലെ തന്നെ പ്രോസസ് ചെയ്ത് പോകുന്നു. അപ്പോൾ അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഏജന്റ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് സംസാരിക്കും. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിരുന്നത് ഇതിനകത്ത് ഡാറ്റാ സയൻസിൻ്റെ സ്കില്ലുകൾ വേണം, മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഒക്കെ വേണമെന്ന് ഞാൻ ആലോചിച്ച്. ഓക്കെ, അപ്പോൾ ഉദാഹരണത്തിന് നമുക്കിപ്പോൾ ഒരു ഏജന്റിക്ക് ഉദാഹരണം, എനിക്കിപ്പോൾ ഡൽഹിയിലേക്കൊരു ഫ്ലൈറ്റ് ബുക്ക് ചെയ്യണം. ഓക്കെ, അപ്പം അതിൽ ഞാനിപ്പോൾ ഒരു ഏജന്റ് ഉണ്ടാക്കുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ? അങ്ങനെ നിങ്ങളൊരു ഏജന്റ് സ്വന്തമായിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ മേ ബി അതിനൊരു വർക്ക് ഫ്ലോ സെറ്റ് ചെയ്യണം ആദ്യം. ഓക്കെ, ഈ വർക്ക് ഫ്ലോ സെറ്റ് ചെയ്യുന്ന ലാൻഡ് ചെയിൻ N8N കേട്ടിട്ടുണ്ടാവും, എല്ലാവർക്കും ഫേമസ് ആയ സാധനമാണ്, നോ കോഡാണ്. അതായത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഓരോ ഏജൻസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇമെയിൽ അയക്കുന്ന ഒരു അതന്നെ. ഇപ്പോൾ ഈ ഫ്ലൈറ്റിൽ ബുക്ക് ചെയ്യുന്ന വർക്ക് ഫ്ലോ നമുക്ക് അതിലൂടെ പറയാം. അതായത് നമുക്ക് ഒരു 4 ഏജന്റിന് ഉണ്ടാക്കിയിടാം. ഫസ്റ്റ് ഏജന്റ് എന്ത് ചെയ്യണം? ഫ്ലൈറ്റ് സോർട്ട് ചെയ്ത് നമ്മളുടെ സോഴ്സും ഡെസ്റ്റിനേഷനും ഡേറ്റും കൊടുത്തിട്ട് ഫ്ലൈറ്റ് ലിസ്റ്റ് ചെയ്യണം. എന്നിട്ട് നമ്മളുടെ പാരാമീറ്റേഴ്സ് ആയ ചീപ്പ് ഫ്ലൈറ്റ് ആവണം, അതിൻ്റെ ലേ ഓവർ പാടില്ല, അങ്ങനെ അഡീഷണൽ പാരാമീറ്റേഴ്സ് നമുക്ക് പാസ് ചെയ്തുകൊണ്ടിരിക്കാം. കീവേഡ് ആർഗ്യുമെന്റ് ആയിരിക്കും. ആ കീവേഡ് ആർഗ്യുമെന്റ് ആയിട്ട് പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പാസ് ചെയ്ത് നമുക്ക് അറ്റ് ദ ലാസ്റ്റ് നമുക്കൊരു ചീപ്പസ്റ്റ് എക്കണോമി നമ്മൾ എക്സ്പെക്ട് ചെയ്ത രീതിയിലുള്ള ഒരു ഫ്ലൈറ്റ് ബുക്ക് ആവണം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഫസ്റ്റ് ഏജന്റ് എന്ത് ചെയ്യണം? ഡാറ്റ ഫെച്ചിങ് ആയിരിക്കും. ഡാറ്റ ഫെച്ച് ചെയ്ത് ഡാറ്റ എടുക്കുന്നു. ഡാറ്റ എടുത്തു, പിന്നെ അത് അടുത്ത ഏജന്റിന് പാസ് ചെയ്യുന്നു. അടുത്ത ഏജന്റ് അത് സോർട്ട് ചെയ്ത് അതിന് നമ്മളുടെ പാരാമീറ്റേഴ്സ് അപ്ലൈ ചെയ്ത് നമുക്ക് അതിനൊരു ബെസ്റ്റ് റിസൾട്ട് എടുത്ത് തരുന്നു. ആ റിസൾട്ട് എടുത്ത് തരുന്ന തേർഡ് ഏജന്റ് നമ്മളുടെ ഡീറ്റെയിൽസ് എല്ലാം വെച്ച് അവരുടെ സൈറ്റിൽ കയറി പർച്ചേസ് ചെയ്യുന്നു. നമ്മളുടെ ക്ലാസിഫൈഡ് ഡാറ്റ ഒരു ഏജന്റ് കൊടുത്താൽ മതി, എല്ലാവർക്കും കൊടുക്കേണ്ട ആവശ്യമില്ല. അത് ഓരോ ഏജന്റിന് സ്പെസിഫൈഡ് ആയിട്ടുള്ള ടാസ്ക് ഉണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഏജന്റിന് മാത്രം നമ്മളുടെ കാർഡ് ഡീറ്റെയിൽസും ബാക്കി ഡീറ്റെയിൽസും കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ആ ഒരു വർക്ക് ഫ്ലോ അവിടെ കംപ്ലീറ്റ് ആയി. ലാസ്റ്റ് ഏജന്റ് ബുക്ക് ചെയ്ത ഇമെയിൽ കിട്ടുന്നു. ഈവൻ ആ ഇമെയിൽ നമുക്ക് റീഡ് ചെയ്ത് നമുക്ക് പേഴ്സണലായിട്ട് വേറെ വാട്സപ്പിലേക്കോ എവിടെയൊക്കെ വേണമെന്നില്ല അത് എടുക്കാം.
അല്ലെങ്കിൽ കലണ്ടറിലേക്ക് സെറ്റ് ചെയ്യാം. കലണ്ടറിലേക്ക് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആ ഏജന്റ് തന്നെ സെറ്റ് ചെയ്ത് നമുക്ക് ബോർഡിംഗ് പാസ് ഐ മീൻ 24 hour വേണമെങ്കിൽ ബോർഡിംഗ് പാസിന്. ഈ പറഞ്ഞ വർക്ക്ഫ്ലോയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലായിടത്തും പാരാമീറ്റേഴ്സ് വരുന്നില്ല, നമുക്ക് വേണ്ട പാരാമീറ്റർ ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം. അപ്പം അൺവാണ്ടഡ് ആയിട്ട് ഗ്ലോബലി അത് സെറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓരോ ഏജന്റിനെ സെറ്റ് ഇപ്പോൾ API ക്രിയേഷൻ ആണെങ്കിൽ API വിൽ ബി ടോക്കിംഗ് ടു എ സിംഗിൾ ഏജന്റ്. അതെ, ആ ഒരു ഏജന്റ് ആ ഏജന്റിനോട് സംസാരിക്കാനുള്ള പാരാമീറ്ററും അല്ലെങ്കിൽ പേലോഡ് മാത്രം അവിടെ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞു മിക്കവാറും ഉള്ളതെല്ലാം ഏജൻറ്റിക്ക് ആയിരിക്കില്ല, ബിക്കോസ് ദേ ആർ ഡൂയിങ് ദി റിപ്പീറ്റ് ഒരു പാറ്റേൺ ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് നമുക്കിപ്പം പൈത്തനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പൈത്തൻ്റെ ഒരു ഫംഗ്ഷൻ എഴുതിയാൽ ധാരാളമാണ്. ഓക്കെ അല്ലേ? ആ സമയത്ത് വേറെ പാരാമീറ്റർ പാസ് ചെയ്യണമെന്നുള്ള ആണോ അതോ നോർമൽ ഫംഗ്ഷനിലാണോ? അല്ല, ഏജൻറ്റിക്ക് ആകുന്ന സമയത്ത് ആ ഏജൻറ്റിൻ്റെ ഫംഗ്ഷനാലിറ്റി AI അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനിൽ തീരാവുന്ന കാര്യമേ ഉള്ളൂ അല്ലേ? അപ്പോൾ ഈ ഏജൻറ്റിക്ക് ആകുന്ന AIs ഉണ്ടല്ലോ, AI ആകുന്ന ഏജന്റ് ഉണ്ടാവും. അപ്പോൾ അവിടെ നമ്മൾ എന്തായിരിക്കും പൈത്തൺ? അല്ല, അവിടെ നമ്മൾ LLM യൂസ് ചെയ്യണം, കാരണം LLM ആണല്ലോ അവിടെ ബ്രെയിൻ വരുന്നത്. അപ്പോൾ ആ LLM വരുന്നതാണ് AI എന്ന് വിളിക്കുന്നത്. അതെ, അപ്പോൾ ഈ LLMനായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഫംഗ്ഷൻ എല്ലാം നമ്മൾ നമ്മളുടെ ലാംഗ്വേജിൽ സെറ്റ് ചെയ്യണം. അത് നമുക്ക് മോഡൽ ചൂസ് ചെയ്യുന്നതിന് ക്രൈറ്റീരിയ ഉണ്ട്. എല്ലാ മോഡൽ ചൂസ് ചെയ്യുന്ന ക്രൈറ്റീരിയ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഏജന്റിനെ നമ്മൾ സെൽഫ് ഹോസ്റ്റഡ് ഏജന്റാണ്. ഇപ്പോൾ ലാമൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ സിസ്റ്റത്തിലോ നമ്മളുടെ സെർവറിലോ ഹോസ്റ്റ് ചെയ്തതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പാത്തും ബാക്കിയുള്ള ഡീറ്റെയിൽസും കൊടുത്താൽ മതി. ബട്ട് നമ്മൾ നേരിട്ട് ഇപ്പോൾ GPT അല്ലെങ്കിൽ ഓപ്പൺ AI ഏതാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ API എന്താ പറയുക സെഷൻ ടോക്കൺ എല്ലാം സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഈ ടോക്കൺ ശരിക്കും പറയുന്നത് ഇങ്ങനെയുള്ള യൂസ് കേസിനാണ്, അല്ല നമ്മൾ പ്രോംപ്റ്റിങ്ങിൻ്റെ ഭാഗത്തല്ല. അവിടെയും ഉപയോഗിക്കുന്നുണ്ട്, ബട്ട് പക്ഷേ പെയ്ഡ് ആകുന്ന സാഹചര്യം വരുന്നത് ഈ അല്ല APIs വാങ്ങിക്കുമ്പോഴാണോ? APIs നമുക്ക് ഒരുവിധം എല്ലാവരും തരണം എന്നുണ്ടെങ്കിൽ പെയ്ഡ് ആവണം. ഫ്രീ ആയിട്ട് API മേ ബി ഗ്രോക്ക് ഒക്കെ തരുന്നുണ്ടെങ്കിലേ ഉള്ളൂ. അത് അല്ലെങ്കിൽ ലാമ പോലുള്ള പോലെ സാധനമാണെങ്കിൽ നമുക്ക് ഹോസ്റ്റ് ചെയ്യാം. ടോക്കൺ പ്രശ്നങ്ങളൊന്നുമില്ല. ഐ മീൻ പുതിയ മോഡൽ വരുമ്പോൾ നമ്മൾ ആ പുതിയ മോഡൽ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യണമെന്ന് മാത്രം. നമ്മുടെ ഇൻഫ്രാ കോസ്റ്റ് നമ്മൾ വേറെ ചെയ്യേണ്ടി വരും. ഒരു മോഡൽ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഇൻഫ്രാ കോസ്റ്റ് വരും, AWSലേക്ക് റൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ശരിക്കും പറഞ്ഞാൽ മോഡൽ നമ്മൾ ഉണ്ടാക്കണ്ട, മോഡലിനെ ഉപയോഗിക്കാൻ പഠിച്ചാൽ മതി. ഉപയോഗിക്കാൻ പഠിച്ചാൽ മതി. പിന്നെ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഹഗ്ഗിംഗ് ഫേസിലൊക്കെ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാതരം മോഡലും കിട്ടും. പിന്നെ നമ്മളുടെ രീതിയിലേക്ക് അതിന് ചെറിയ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി മേ ബി ചെറിയ റീട്രെയിനിങ് ഒക്കെ നടത്തി എടുക്കാമെന്ന് മാത്രം. അപ്പോൾ ഇതിനകത്ത് ഈ പാൻഡാസ് ആൻഡ് നംപൈസ് ഒക്കെ എവിടെ വരിക? ഓക്കെ, പാൻഡാസ് ആൻഡ് നംപൈ എന്ന് പറയുമ്പോൾ നംപൈ എന്ന് പറഞ്ഞാൽ നമ്മളെന്താണ് ന്യൂമറിക്കൽ ഓപ്പറേഷൻസ് നടത്തുന്ന ഒരു പൈത്തൻ്റെ പൈത്തൻ്റെ ഒരു ലൈബ്രറി, സെയിം കൈൻഡ് ഓഫ് ഡാറ്റ എടുക്കുന്നത്. പാൻഡാസ് ആണെന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെ നമ്മളുടെ കുറച്ചും കൂടി കോംപ്ലക്സ് ആയ ഡാറ്റ ഫ്രെയിംസ് ആണ്. ഡാറ്റ റീഡ് ചെയ്യാനും അത് റിലേഷണൽ ഡാറ്റ അല്ലേ? റിലേഷൻ ഡാറ്റയാണ്. അത് കൂടുതൽ വരുന്ന CSV Excel ആ രീതിയിലൊക്കെ വരുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു എക്സലൊക്കെ റീഡ് ചെയ്ത്, അതായത് ഒരു ഫിനാൻഷ്യൽ ഡാറ്റ ഒക്കെ റീഡ് ചെയ്ത് അത് പ്രെഡിക്റ്റ് ചെയ്യാനൊക്കെ റീഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനമാണ് പാൻഡാസ് ഒക്കെ ഉപയോഗിക്കുന്നത്. ഡാറ്റാ സയൻസിൻ്റെ ഒരു എൻഡിലേക്ക് എത്തുമ്പോൾ ഉപയോഗിക്കുന്നതാണ്. പിന്നെ അടുത്തത് വെച്ചാൽ സൈപ്പൈ, അത് സയന്റിഫിക് ഡാറ്റാസ് ആണ്. ഇപ്പോൾ സയന്റിഫിക് കാൽക്കുലേഷൻസ്, മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ഓൾറെഡി ഇൻബിൽറ്റ് ആണ്. ജസ്റ്റ് ഡാറ്റ ഫീഡ് ചെയ്താൽ മതി. അതായത് ഇപ്പോൾ നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ വാല്യൂ ഒക്കെ കിട്ടണമെന്ന് എല്ലാ പ്രോഗ്രാമും എഴുതേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ വാല്യൂ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പാരാമീറ്റർ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇത് കിട്ടും. അതുപോലെ തന്നെ പ്രീ ഡിഫൈൻഡ് ആയ എല്ലാ കാര്യങ്ങളും അതിലുണ്ടാവും. സയന്റിഫിക് ഡാറ്റ എന്നുവെച്ചാൽ നമുക്ക് മോഡൽ ക്രിയേഷൻ സൈൻകിറ്റ് ഒക്കെ ഉപയോഗിക്കുന്നത്. സൈക്കിറ്റ് ഉപയോഗിക്കുന്നത് എന്താണ് മെഷീൻ ലേണിംഗിന്റെ ട്രെയിനിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഡാറ്റയാണ് സൈക്കിറ്റ്. അപ്പോൾ നമ്മളിപ്പോൾ എംബഡ് ചെയ്ത ഡാറ്റ ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ നമ്മൾ ഇൻഡിവിജ്വൽ മോഡൽ, ചെറിയ മോഡലൊക്കെ ബിൽഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലൈബ്രറിയാണ് സൈക്കിറ്റ്. അപ്പോൾ ഇതിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഡേറ്റയെക്കുറിച്ച് പഠിക്കൽ വളരെ പ്രാധാന്യമുള്ള സാധനമാണ്. കാരണം അതാണ് ഇതിൻ്റെ ബേസ് ലൈൻ എന്ന് പറഞ്ഞത്. അപ്പോൾ മിക്കവാറുള്ളവരെല്ലാം ഈ ബിസിനസ് അനാലിറ്റിക്സ് ഒന്നും പഠിക്കാതെയാണ് നേരെ എയിലേക്ക് വിടുക. ഓക്കെ, ബിസിനസ് അനാലിറ്റിക്സ് പഠിക്കാതെ നേരെ എയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി എക്സലിൽ നിന്ന് ഡാറ്റ ഫെച്ച് ചെയ്യാനുള്ള ഒരു ഐഡിയ ഉണ്ടാവും. അത് വെച്ചിട്ട് മാക്രോസ് ഒക്കെ വർക്ക് ചെയ്ത പരിചയം ഉണ്ടാകും. ആ ഒരു രീതിയിൽ നമുക്ക് പാൻഡാസ് ഉപയോഗിച്ചിട്ട് ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാം. അല്ല, നമ്മൾ ഈ ലോജിക്കൽ കാൽക്കുലേഷൻ ആണല്ലോ പ്രധാനമായിട്ടും, അരിത്മെറ്റിക്കൽ ലോജിക്കൽ കാൽക്കുലേഷൻ. അപ്പം റോങ് സെറ്റ് ഓഫ് ഡേറ്റാസ് തമ്മിൽ കണക്കൂട്ടാൻ പറ്റില്ല. അപ്പം സീരിയലൈസ് ചെയ്തതെന്ന് വെച്ചാൽ പാരലൈസ് ചെയ്തത് എന്തായാലും വിളിക്കുക, സീരിയലൈസ് ചെയ്തതാണ്. ആ സീരിയലൈസ് ചെയ്ത് കോമൺ
ഈ ഒരു ഡേറ്റ സെറ്റിലേക്ക് വന്നാലാണ് അഡീഷൻ ആയാലും സബ്ട്രാക്ഷൻ ആയാലും ലോജിക്കൽ ഓപ്പറേഷൻ നടക്കുള്ളൂ. അപ്പം ഇതിൽ ഞാൻ പ്രോഗ്രാമിംഗ് ചെയ്ത് പഠിപ്പിക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും വന്ന പ്രശ്നം ഡേറ്റ മിസ്ഹാൻഡ്ലിംഗ് ആണ്. ഇൻഡിജറും ഇത് തമ്മിൽ കുറയ്ക്കാനും മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ വർക്ക് ചെയ്യാതെ വരുമ്പോൾ ആൾക്കാർ കഴിക്കും പ്രോഗ്രാമിങ്ങിൽ എവിടെയോ പ്രശ്നം വന്നു, അതുകൊണ്ട് പ്രോഗ്രാം ഫിക്സ് ചെയ്യാൻ പോകും. എന്നാൽ അവിടെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി ഇപ്പോൾ നമ്മളുടെ ബേസിക് പഠിക്കാത്തതിൻ്റെ പ്രശ്നം. ബേസിക് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ എറർ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം. അതാണ് ഓക്കെ. അപ്പോൾ ഇൻ്റഗ്രേഷൻ എററാണോ ഡാറ്റ ഹാൻഡ്ലിംഗ് എററാണോ എല്ലാം അത് ഏത് ലാംഗ്വേജും അത് എറർ ഡീറ്റെയിൽ ചെയ്ത് തരും. അപ്പോൾ എനിക്കൊന്ന് ഡേറ്റ മനസ്സിലാക്കലാണ് പ്രധാനപ്പെട്ടതും ബേസിക് നമ്മൾ ഡാറ്റ സയൻസിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഡാറ്റ അണ്ടർസ്റ്റാൻഡ് ഡാറ്റയാണ്. അതായത് ഇപ്പോൾ നമ്മൾ പൈത്തണിലേക്ക് പോവുകയാണെങ്കിൽ പൈത്തൻ്റെ ബേസിക്സ് പഠിക്കുക. അപ്പോൾ ജാവയിലേക്ക് പോവുകയാണെങ്കിൽ ജാവേൻ്റെ ബേസിക്സ് പഠിച്ചിട്ട് നമുക്ക് അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഫൗണ്ടർ ലൈൻ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സോ ഇതിനകത്ത് നമ്മളുടെ ഇനിയിപ്പോൾ AI ബൂം ചെയ്തുകൊണ്ടിരിക്കുന്നു, ജോലി പോകുന്നു, അല്ലെങ്കിൽ എന്ന് പറഞ്ഞ പാറ്റേൺ റെക്കഗ്നിഷൻ ആയിട്ടുള്ള മോഡൽസ്, അതിൽ പ്രധാനമായിട്ടും വന്ന മേഖല ഈ ഡെവലപ്മെൻറ്റിൻ്റെ പ്രശ്നമാണ് പുതിയ മോഡൽസിൽ. അത് എനിക്ക് എപ്പോഴോ തോന്നിയൊരു കാര്യമാണ്. ഈ ഫ്രണ്ട് എൻഡിൽ മറ്റുള്ള കുറച്ച് ഫ്രണ്ട് എൻഡ് ആപ്ലിക്കേഷൻ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുന്ന കുറേ ആപ്ലിക്കേഷൻ വന്നായിരുന്നല്ലോ. അത് ഫ്രണ്ട് എൻഡ് എന്ന രീതിയിൽ മാത്രമല്ല, അതായത് ലെസ് കോംപ്ലക്സ് ആയ ആപ്ലിക്കേഷൻസിൽ. അതായത് നമ്മൾ ഇപ്പം ഞാൻ ഫ്രണ്ട് എൻഡ് എന്ന് എടുത്തു പറയാനുള്ള കാരണം ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് HTML ആൻഡ് CSS വിത്ത് JavaScript. റൈറ്റ്. അതിലും കോംപ്ലക്സ് ആണ് ബാക്ക് എൻഡിൽ റൺ ചെയ്യുന്നത്. ഉണ്ട്. പക്ഷെ ബാക്ക് എൻഡിലും തന്നെ എല്ലാ പ്രോഗ്രാമിനും നമുക്ക് ഈ കോംപ്ലക്സ് വേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ബാക്ക് എൻഡിൽ ഇപ്പോൾ ഒരു സിമ്പിളായിട്ട് ഇപ്പോൾ ഒരു വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യാനാണെങ്കിൽ ചെറിയൊരു സ്റ്റാറ്റിക് സൈറ്റ് ആണെങ്കിൽ ചെറിയ രീതിയിൽ ഡൈനാമിക് സൈറ്റ് ആണെങ്കിലും വലിയൊരു കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ബാക്ക് എൻഡ് ഒന്നും സിസ്റ്റം അതിന് ആവശ്യമില്ല. ജസ്റ്റ് ഒരു കമ്മ്യൂണിക്കേറ്റർ ഒരു എന്താ പറയുക ഒരു പാർസർ എന്തെല്ലാം വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ കോംപ്ലക്സിറ്റിയാണ്, അതായത് ലെസ് കോംപ്ലക്സ് ആയ ആപ്ലിക്കേഷൻസ് മേ ബി നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പ്രോംപ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഈ കോംപ്ലക്സിറ്റി കൂടുന്നതിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്യാൻ AI ഉപയോഗിച്ച് സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നല്ല, അവിടെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഹ്യൂമൻ ഐട്രേഷൻസ് ആവശ്യം വരും. അതായത് മൊഡ്യൂളായിട്ട് ചെയ്ത് ഇതായിട്ട് വരേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ വരുന്ന ഇപ്പം ബിഗിനേഴ്സ് എന്ത് ചെയ്യും, ഞങ്ങൾ ജോലി ചെയ്താൽ ഇനിയിപ്പോൾ ജോലി ഉണ്ടാവുമോ എന്നുള്ള സംശയമാണ്. അങ്ങനെയല്ല, ബിഗിനേഴ്സ് എന്ന് പറയുമ്പോൾ പണ്ടത്തെ ഒരു സിനാരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയായിരുന്നു നമ്മൾ പണ്ട് പ്രൊജക്റ്റ് ഹാൻഡിൽ ചെയ്തിരുന്നത്. നമുക്ക് റിക്വയർമെൻറ്റ് കിട്ടുന്നു, 2-3 ദിവസം റിക്വയർമെൻറ്റ് അനാലിസിസ് ചെയ്തെടുക്കുന്നു, അതിന് PRD ഉണ്ടാക്കുന്നു, എന്നിട്ട് അതിന് എക്സിക്യൂഷൻ പ്ലാൻ ഉണ്ടാക്കുന്നു, അല്ല അതിന് മുന്നേ ആർക്കിടെക്ചർ പ്ലാൻ ഉണ്ടാക്കുന്നു, അത് വെരിഫൈ ചെയ്യുന്നു, എക്സിക്യൂഷൻ ഉണ്ടാക്കുന്നു, ഹയറാർക്കി സെറ്റ് ചെയ്യുന്നു, ഈവൻ സ്പ്രിന്റ് ഗോൾ വരെ സെറ്റ് ചെയ്യുന്നു, സ്റ്റോറീസ് സെറ്റ് ചെയ്യുന്നു, എന്നിട്ടല്ലേ ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോഴേക്കും മേ ബി ഒരു 1.5 വീക്ക് കഴിഞ്ഞിട്ടുണ്ടാവും. ഒരു നോർമൽ കേസിൽ മന്താവും ഒരു MNC സ്റ്റാൻഡേർഡിലേക്ക് വരുമ്പോൾ. പ്ലാനിങ് ഫേസ് ഹ്യൂജ് ആണ്. ഇന്ന് നമുക്ക് പ്രോപ്പറായ സ്ട്രക്ചർഡ് ഡാറ്റ അല്ലെങ്കിൽ സ്ട്രക്ചർഡ് റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ നമ്മൾ ആ റിക്വയർമെന്റ് മാത്രം മതി നമുക്ക് പ്രൊഡക്റ്റ് അതിൻ്റെ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തണം. അതായത് ഈ റിക്വയർമെന്റ് വെച്ചിട്ട് നമ്മൾ പ്രോപ്പർ പ്ലാനിങ് ആർക്കിടെക്ചർ അതുപോലെ തന്നെ എക്സിക്യൂഷൻ സ്റ്റേജ് എല്ലാം ഡിഫൈൻ ചെയ്ത് നമുക്ക് AI വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റും. വർക്ക് ഫ്ലോ കുറച്ച് എളുപ്പമായി, കുറച്ചും കൂടി എളുപ്പമായി. പിന്നെ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്താൽ മതി. ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമ്മൾ ഈ എന്താ പറയുക ഈ PRDയും പ്ലാൻ ഡോക്യുമെൻ്റ് എല്ലാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഏജൻറ്റ് വെച്ചിട്ട് നമുക്ക് അവിടെയും ചെയ്യാൻ കഴിയും. ബട്ട് ഈ പറഞ്ഞ പോലെ ചില ഏരിയാസ് നമുക്ക് ഹ്യൂമൻലി മോണിറ്റർ ചെയ്ത് അല്ലെങ്കിൽ മോഡിഫൈ ചെയ്ത് ഡിസിഷൻ എടുക്കേണ്ടത് എടുത്ത് അതൊന്ന് എറർ ഫ്രീ ആക്കി കഴിഞ്ഞാൽ വെൽ ആൻഡ് ഗുഡ്. അല്ലെങ്കിലും ഇപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു AI നമുക്ക് ആ പ്രോബ്ലം ചെയ്തു തരും. ആ പ്രോഗ്രാം റൺ ചെയ്യേണ്ട രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് തരും എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾ ഇനി ബിഗിനറായിട്ട് കാര്യമില്ല, അതെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആവണം. എന്ന് വെച്ചാൽ പഠിച്ചു തുടങ്ങുമ്പോഴേ നിങ്ങൾ ഒരു അഡ്വാൻസ് ലെവലിൽ തന്നെ ചിന്തിക്കണം. ഒരു ആ ലെവലിൽ തിങ്കിങ് ഉണ്ടെങ്കിലാണ് ഇന്ന് സർവൈവ് ചെയ്യാൻ പറ്റും. കാരണം ഇപ്പോൾ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ചെയ്യാൻ ഏജൻസ് ഉണ്ട്, എല്ലാം ചെയ്യാൻ. കാരണം നമ്മൾ ബിഗിനേഴ്സിന് എടുക്കുന്ന സാധാരണ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ചെയ്യാനായിരുന്നു. അതെ, ഇപ്പോൾ അത് ചെയ്യാൻ ഏജൻസ് ആയപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇന്നിപ്പോൾ ഒരു ആളെ ഹയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ അയാൾ എന്താണ് AI വെച്ചിട്ട് അടുത്ത ലെവൽ ഒരു സീനിയർ ലെവൽ ചെയ്യുന്ന രീതിയിലുള്ള എക്സ്പെക്റ്റേഷനാണ് ഇപ്പോൾ ഒരു കമ്പനിക്ക് ഉള്ളത്. അപ്പോൾ ഇന്നലെ എന്നോട് പറഞ്ഞൊരു കാര്യം, അക്കൗണ്ടൻസിൻ്റെ കേസിൽ മാത്തമാറ്റിക്സ് അറിയുന്ന ഞങ്ങളാണ്, ഞങ്ങൾ വിൽ ബി സർവൈവ്. ഡോക്ടർ ചോദിച്ച പോലെ നിങ്ങളുടെ ജോലിയെല്ലാം പോവാണല്ലോ എന്ന് അവർ കൺസേൺ ആണ്. നെവർ. ഐ മീൻ അത് എല്ലാവരുടെ കേസിലും കൺസേൺ ആണ്. കാരണം അല്ല, അവർ ചിന്തിക്കുന്നത് IT-യിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ പ്രശ്നം വരാൻ പോകുന്നത്, മറ്റുള്ള മേഖലകളൊക്കെ സേഫ് ആയിരിക്കും. ഇത്രയും കോംപ്ലക്സ് ആയ IT-യിൽ ഈ പ്രോബ്ലം ഈ പാറ്റേൺ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ
അതിലും ലെസ് കോംപ്ലക്സ് ആയ പല ഏരിയകളിലും, അതായത് റിപ്പീറ്റഡ് ടാസ്ക് റൺ ചെയ്യുന്ന ഏരിയകളിൽ ഇത് ഈസി ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഇന്നലെയും കൂടെ ഞാനൊരു അക്കൗണ്ട് സെക്ഷൻ അത് ഒന്നും ചെയ്തില്ല, എക്സൽ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. എക്സൽ ഉപയോഗിച്ചുകൊണ്ട് അയാൾക്ക് ഡാഷ്ബോർഡ് സെറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ അയാൾ മണിക്കൂറുകൾ ചെയ്തുകൊണ്ടിരുന്ന സാധനം ഇപ്പോൾ മണിക്കൂറുകൾ വേണ്ട, മിനിറ്റുകൾ അയാൾക്ക് മോണിറ്റർ ചെയ്താൽ മതി, ഡിസിഷൻ എടുക്കണം. അപ്പം ആരെ വിളിക്കണമെന്ന് തീരുമാനിക്കാൻ പെട്ടെന്നൊരു കോളത്തിലേക്ക് വന്നാൽ മതി എന്നുള്ളതായി. അപ്പം ആൾ വിചാരിച്ചത് ചിലപ്പോൾ ഇതിങ്ങനെ ഒന്നും പറ്റില്ല, ഇനിയും ചിലപ്പോൾ പറ്റുമായിരിക്കും. ഇനിയൊരു ഫോണിങ് ഏജന്റ് ഉണ്ടെങ്കിൽ അയാൾക്ക് പകരമായിട്ട് കോൾ ചെയ്യാനുള്ള അവസരം വരും. ഇപ്പോൾ ടെലിസിആർഎം ഒക്കെ ഏകദേശം ആ ഒരു ലെവലിലേക്ക് വളർന്നു കഴിഞ്ഞു. ഡെഡ്ലൈൻ എത്തുന്നതിന് മുമ്പ് ഒന്ന് കോൾ ചെയ്യുക, രണ്ടാമത്തെ കോൾ ചെയ്യുക. സോ വാട്സപ്പ് ഇൻറ്റിമേഷനും പിന്നെ കോളും ഒക്കെ ഓട്ടോമേറ്റ് ചെയ്ത്. അപ്പം ഇപ്പോഴത്തെ അക്കൗണ്ടിങ് സെക്ഷനാണ് എനിക്കൊന്ന് പെട്ടെന്ന് പോകാൻ പോകുന്നത്. കാരണം അക്കൗണ്ടിങ്ങിൽ അങ്ങനെ പോകുന്നില്ല, അതായത് നമ്പർ ഓഫ് പീപ്പിൾസിന്റെ എണ്ണം കുറയ്ക്കാൻ കഴിയും. അപ്പം നമുക്ക് ആ ഒരു ശരിക്കും പാറ്റേൺ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ പറഞ്ഞ ടാലി. ഒരു എന്താ പറയുക, ഒരു എൻ ടു എൻ പാറ്റേൺ ഉണ്ട്, അല്ലെങ്കിൽ ഒരു റിപ്പീറ്റീവ് ടാസ്ക് റൺ ചെയ്യുന്ന ഏത് സ്ഥലത്തും നമുക്ക് റീപ്ലേസ്മെന്റ് ഈസിയാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക ഇനിയിപ്പോൾ ഫ്യൂച്ചറിനെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് എങ്ങനെയാണ്? അഡാപ്റ്റ് ചെയ്ത് അടുത്ത ലെവലിലേക്ക് റൺ ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ സ്ട്രാറ്റജി ഞാൻ പറഞ്ഞുതരാം, ഞാൻ ഓപ്പൺ ആണ്. എന്ന് വെച്ചാൽ ഞാൻ പഠിപ്പിക്കില്ല, പഠിക്കുന്നതിന് മുമ്പ് ഞാൻ സ്റ്റോപ്പ് ചെയ്യും, അടുത്ത ചാറ്റ് ഓപ്പൺ ചെയ്യും. ഞാൻ പഠിച്ചു എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് പറഞ്ഞു കൊടുക്കാറൊന്നും നിൽക്കില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്നതൊരു പോർഷൻ ഓഫ് പ്രോബ്ലം കൊണ്ടായിരിക്കും. നമുക്ക് ഓൾറെഡി അറിയാം പ്രോബ്ലത്തിൻ്റെ പ്രശ്നമുണ്ട്, ആ പ്രശ്നം എന്താണെന്ന് എനിക്കറിയാം. ആ പ്രോംപ്റ്റ് ചെയ്യാൻ അറിയുന്നതുകൊണ്ട് ആ പ്രോബ്ലത്തെ എടുത്തുകൊണ്ട് വരുന്നു, അതിൻ്റെ പ്രീവിയസ് കോണ്ടെക്സ്റ്റ് ആണെന്ന് പറഞ്ഞു കൊടുക്കുന്നു, സാധനം കിട്ടുന്നു. എന്നിട്ട് നമ്മുടെ സിസ്റ്റത്തിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യുന്നു. നമ്മൾ പറഞ്ഞു കൊടുക്കുന്നില്ല ഇന്ന സിസ്റ്റം ആണെന്നും പറയാറില്ല. വി നോ ഒരു പർട്ടിക്കുലർ. അതുകൊണ്ട് ഞാൻ ആർക്കിടെക്ചർ ഡയഗ്രം എടുക്കും, അതിൽ ബ്ലോക്സ് ആക്കി തിരിക്കും. ആ ബ്ലോക്സിൽ വന്നിട്ട് ഞാൻ പറയും ഫയർവാൾ ഈസ് കമ്മിങ് ഇൻ ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഹിറ്റിംഗ് ദ സെർവർ. പക്ഷേ എന്താണ്, സെർവർ അപ്പാണ് എന്ന് പറയുമ്പോൾ സെർവറിൻ്റെ ഫയർവാളിലായിരിക്കും പ്രശ്നം. അപ്പോൾ ആ റൂൾ ഏതാണെന്ന് ചോദിച്ചാൽ മാത്രം മതി, അതിനപ്പുറത്തേക്കുള്ള കഥകളൊന്നും പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, അതായത് നമ്മളുടെ പ്രീവിയസ് ഹിസ്റ്ററിയും ബാക്കിയുള്ള കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്നും ചെയ്യുന്നില്ല. അപ്പം ലേൺ ചെയ്യുന്നില്ല. ഞാനത് നല്ല രീതിയിലാണോ ചെയ്യുന്നത് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാനത് കംപ്ലീറ്റ് കോഡിൻ്റെ സാധനങ്ങളും പറഞ്ഞു കൊടുക്കാറില്ല. സോ വി ഡോണ്ട് നീഡ് ദ കംപ്ലീറ്റ് കോഡ്. അല്ല, ഇന്നത്തെ കേസിൽ ഇപ്പം നമ്മൾ പണ്ടത്തെ പോലെ എല്ലാ സിൻടാക്സും എല്ലാ കോഡൊന്നും നമ്മൾ മെമ്മറൈസ് ചെയ്യേണ്ട കാര്യമില്ല. അതായത് ഇപ്പോൾ നമ്മൾ ലോജിക്കിനനുസരിച്ചിട്ട് നമ്മൾ ആ ബേസ് ലൈൻ വെച്ച് നമ്മൾ സ്നിപ്പറ്റ് എഴുതുക. ആ സ്നിപ്പറ്റ് എഴുതി അതങ്ങനെ യൂസ് ചെയ്യ, ബ്ലൈൻഡ്ലി യൂസ് ചെയ്യാതെ വാലിഡേറ്റ് ചെയ്യുക നമ്മളുടെ സിനാരിയോക്കനുസരിച്ച്. അതായത് എനെ നമ്മൾ അസിസ്റ്റന്റ് ആക്കുക, നമ്മൾ എയുടെ അസിസ്റ്റന്റ് ആവാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഡോമിനേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അത് തന്നെയാണ് എനിക്ക് ബിഗിനേഴ്സിന് കൊടുക്കേണ്ട അഡ്വൈസ് തന്നെയാണ്. നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്ലി പഠിക്കുക, അല്ലാതെ എയിലൂടെ എങ്ങനെ പ്രോംപ്റ്റ് ചെയ്ത് യൂസ് ചെയ്ത് പഠിക്കാൻ നിൽക്കാതെ ഫ്രണ്ട്ലിയായിട്ട് പഠിക്കുക. കോപ്പി പേസ്റ്റ് ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. മനസ്സിലാക്കി കോപ്പി പേസ്റ്റ് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല, അത് മനസ്സിലാക്കണം. അറ്റ് ദി എൻഡ് നമ്മൾ എഴുതിയ കോഡാണ്, കോഡിന്റെ ഓരോ ലൈൻ ഓഫ് ഇപ്പോൾ അവിടെയാണ് അടുത്ത പറയും. നമ്മളിപ്പോൾ AI ഉപയോഗിച്ചിട്ട് കോഡ് ജനറേറ്റ് ചെയ്തു, നമ്മളത് ഡെലിവർ ചെയ്തു. അത് AI എഴുതിയ കോഡാണെന്ന് ഇവിടെ ചോദ്യമില്ല, ആ ഡെലിവർ ചെയ്ത് ഞാനാണ്. ഇപ്പോൾ ഐ ആം ദ റെസ്പോൺസിബിൾ. അതെ, ആ റെസ്പോൺസിബിലിറ്റി കീപ്പ് ചെയ്തിട്ട് ഇതിപ്പം നമ്മളൊരു ടോക്കൺ മാക്സ് എന്ന ടേം കണ്ടു. എന്ന് വെച്ചാൽ പെർഫോമൻസ് ഇവാലുവേഷൻ നമുക്ക് ഒരുപാട് മെട്രിക്സ് ഉണ്ട്, ബെഞ്ച് മാർക്സ് ഉണ്ട്. ഇപ്പം നമ്മളൊരു സ്റ്റാൻഡപ്പ് കോളിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ആളാണ് അവിടുത്തെ പെർഫോമർ. മാനേജേഴ്സ് പെർസ്പെക്റ്റീവ്, കാരണം ആൾ ടെക്നിക്കലല്ല. അപ്പോൾ ആളിങ്ങനെ കഥ പറഞ്ഞ് ഇയാൾ ഇയാൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ അങ്ങനെ ആൾക്ക് ഫീഡ്ബാക്ക് കൊടുത്തു. ഇയാൾ നല്ല കാൻഡിഡേറ്റ് ആണ്, പ്രൊമോഷൻ കാൻഡിഡേറ്റ് ആണെന്ന് ഞാൻ സജസ്റ്റ് ചെയ്തു. കാരണം 10 മിനിറ്റോളം ടോക്കറ്റീവ് ആണ്. 10 മിനിറ്റ് അയാൾ സംസാരിച്ചു. എന്താ പറയുക, ഞാൻ ഇന്ന് ഈ സർട്ടിഫിക്കറ്റ് ചെയ്തു, നാളെ ഈ സർട്ടിഫിക്കറ്റ് ചെയ്യും, എല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ട നമുക്കറിയാം ഇത് എന്താന്ന്. അപ്പം ഇവാലുവേഷൻ, ആ ഒരു ഇവാലുവേഷൻ നടക്കുന്നത് നമ്പർ ഓഫ് മിനിറ്റ്സ് ദ ടോക്ക്. രണ്ടാമത് ഒരു പ്രശ്നം വരുന്നത്, പിന്നെ നമ്മൾ ജീര പോയിന്റ്സ് നോക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ ജീര പോയിന്റ്സ് ഉള്ള ആളാണ് ഏറ്റവും പെർഫോമർ. അപ്പോൾ എനിക്ക് കഴിഞ്ഞ വർഷം കുറവാണ്, ചില ആൾക്കാർ 100 കഴിഞ്ഞു, എനിക്ക് 60 ഉള്ളായിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞു ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും, കാരണം വി നീഡ് ടു മേക്ക് മോർ നമ്പേഴ്സ്, അല്ലെങ്കിൽ നിങ്ങൾ ഹയർ പുറത്താക്കുന്നു പറഞ്ഞു. അപ്പോൾ അതൊരു പെർഫോമൻസ് മെട്രിക്. എന്നാൽ അയാൾ എന്ത് ചെയ്തു എന്നുള്ളത് കാര്യമില്ല. ഓക്കെ, അല്ല ഇനി അങ്ങനത്തെ ഒരു കേസ് വരുന്നില്ല. കാരണം ഇപ്പോൾ നിങ്ങളുടെ ഈ ജിറ ടിക്കറ്റ് ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ നിങ്ങളുടെ മിനിറ്റ്സ് ഉണ്ടാവും, എല്ലാ മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ് ഉണ്ടാവും. ഇപ്പോൾ എല്ലാം ട്രാൻസ്ക്രൈബ് ചെയ്യുന്നുണ്ടല്ലോ, ആ മിനിറ്റ്സും സെർവറിലുണ്ടാവും, നിങ്ങളെ ജിറ ടിക്കറ്റും സെർവറിലുണ്ടാവും, നിങ്ങളെ ഗിറ്റബ് ആക്സസും ഉണ്ടാവും. ഇതെല്ലാം വെച്ചിട്ട് ഒരു വാല്യുവേഷൻ നടത്തി കഴിഞ്ഞാൽ നിങ്ങൾ വെറുതെ നിങ്ങൾ സംസാരിക്കേണ്ട പോലും ഇല്ല. നിങ്ങൾ ഇന്നലെ എന്ത് ചെയ്തു, അല്ലെങ്കിൽ ഇന്നെന്ത് ചെയ്തു,
ഇയാൾ വാല്യുബിൾ ആണെന്ന് അവൈലബിൾ ആണെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്രേ ഉള്ളൂ. സെക്കൻഡ് മതി. വി ഹാവ് സർട്ടൺ ബെഞ്ച് മാർക്സ് ഇൻ ദി ട്രഡീഷണലി നോക്കുകയാണെങ്കിൽ കുറേ ബെഞ്ച് മാർക്ക് ഉണ്ട്. ഇതിന് മുമ്പത്തെ ബെഞ്ച് മാർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ലൈൻസ് കൂടുതൽ ഇടുന്ന ആളാണ്, അയാളാണ് ഏറ്റവും നല്ല ടോപ്പ് പെർഫോമർ. അപ്പോൾ കുത്തിയിരുന്ന് കുറേ നേരം എഴുതും. അപ്പം പ്രശ്നം ഇവിടെ വരുന്നത് വെച്ചാൽ നിങ്ങൾ കുറേ സംസാരിക്കുന്നുണ്ട്, പക്ഷേ അത് ക്വാളിറ്റി ഉള്ള സംസാരമാണോ ക്വാളിറ്റി കോഡാണോ എന്നുള്ള പ്രശ്നം. അപ്പം നിങ്ങൾക്ക് ഇതാണ് ബെഞ്ച് മാർക്ക് എങ്കിൽ അവിടെ ഒരുപാട് പറഞ്ഞ അൺവാണ്ടഡ് നോയ്സി ഡേറ്റയും അൺവാണ്ടഡ് വേസ്റ്റേജും കിട്ടുന്നുണ്ട് സാധനം. അപ്പോൾ അങ്ങനെ ഒരു സാധനമാണ് ഇപ്പോൾ ടോക്കൺ മാക്സ് എന്ന സാധനം. ടോക്കൺ മാക്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടോക്കൺ ഉപയോഗിക്കുന്ന ആരാണോ അവരാണ് ഏറ്റവും പെർഫോമർ. അങ്ങനെ അത് പെർഫോമർ ആയിട്ട് നമുക്ക് കൂട്ടാൻ കഴിയില്ല. ഏറ്റവും വൈസായിട്ട് ടോക്കൺ യൂസ് ചെയ്യുന്ന ആളാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു പറയല്ലോ മെറ്റായുടെ ഒരു ഡാഷ്ബോർഡ് ഉണ്ടായിരുന്നോ? അതിൽ ദ ലെജൻഡ് എന്ന് പറഞ്ഞു കൊടുത്തേക്കുന്ന ഒരു ഇതുണ്ട്, ഏറ്റവും മാക്സിമം ടോക്കൺ കത്തിച്ച ആളാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഇവാലുവേഷനിൽ ബെഞ്ച് മാർക്ക് വരുമ്പോൾ അവിടെ ഒരു പ്രശ്നം വരുന്നില്ല. ഇപ്പോൾ ചില ആൾക്കാർ പറഞ്ഞില്ലേ, ഇപ്പോഴത്തെ AI സിനാരിയോയിൽ ടോക്കൺ ഉപയോഗിക്കലാണ് ശരിക്കും പ്രൈസിങ്ങിൻ്റെ ഒരു ബാനർ ബെഞ്ച് മാർക്ക്. അപ്പോൾ ആ ബെഞ്ച് മാർക്ക് വരുമ്പോഴാണ് നമ്മൾ ഈ അൺവാണ്ടഡ് ടോക്കൺ യൂസേജും. പക്ഷേ ടോക്കൺ എന്ന് പറഞ്ഞാൽ മണിയാണ്, നമ്മൾ ബേൺ ചെയ്യാണ്. നമ്മൾ ഈ ടോക്കൺ എങ്ങനെ വൈസിൽ യൂസ് ചെയ്യുന്നതാണ്. നമുക്കൊരു ലിമിറ്റ് സെറ്റ് ചെയ്ത് അത് വൈസായിട്ട് യൂസ് ചെയ്യണം. നമ്മൾ ടോക്കൺ യൂസ് ചെയ്യുന്നതിനെ പറ്റിയും അടുത്ത എന്താ പറയുക ഡിസ്കഷൻ പോയിക്കൊണ്ടിരിക്കേണ്ടത് അതിലേക്കാണ്. നമുക്ക് ഇപ്പോൾ എല്ലാവരും എയുടെ കോസ്റ്റ് കട്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. നിർത്താൻ കഴിയില്ല. ഇപ്പം എല്ലാവരും അഡാപ്റ്റ് ചെയ്തു, ഇനി തിരിച്ചു പോക്കില്ല. ഞാൻ തന്നെയാണ് ജിയോ വന്ന സമയത്ത് ജിയോ ഫ്രീ ആയി കൊടുത്തു, ബാക്കിയുള്ള കമ്പനികളെ പുറത്താക്കി, പിന്നെ ഒരു പ്രൈസ് കൂട്ടി. അപ്പോൾ ആദ്യം നമ്മളിപ്പോൾ എങ്ങനെയാണ് പൈസ, ഞാൻ ആദ്യം ആലോചിച്ചു ഇതെങ്ങനെയാണ് അവർ ജനറേറ്റ് ചെയ്യാൻ പോകുന്ന എമൗണ്ട്. പിന്നീട് ഇപ്പോഴാണ് മനസ്സിലായത് വേർഡ് കൗണ്ടിന് നിങ്ങൾ പൈസ കൊടുക്കേണ്ടി വരും അല്ലേ, ഒരു പാറ്റേണിന് പൈസ കൊടുക്കണം. പല സിനാരിയോകളുണ്ട്. നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റിന്റെ കൗണ്ട് നോക്കുന്നുണ്ട്, നമ്മൾ അത് ജനറേറ്റ് ചെയ്യുന്ന കണ്ടന്റിന്റെ കൗണ്ട് നോക്കുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്നിപ്പറ്റ് എടുത്താലുള്ള ഗുണം എന്താണ്, നിങ്ങളുടെ ടോക്കൺ ലോവർ ചെയ്യാൻ പറ്റും. പിന്നെ രണ്ടാമത് നേരത്തെ പറഞ്ഞ ഒരു കാര്യം, ലോവർ ചെയ്യാൻ നമ്മളുടെ ഈ ഫുൾ സിൻടാക്സ് കൊടുക്കാതെ അതിനെ കുറേ മെമ്മറി ഗ്രാഫും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതിനെ കുറേ ടൂളുകളുണ്ട്. ഡിഫി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ടൂളുകളുണ്ട്. നമ്മളുടെ മൊത്തം കോണ്ടെക്സ്റ്റും ഒരു മെമ്മറി ഗ്രാഫിലേക്കായിട്ട് സെറ്റ് ചെയ്തിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടോക്കണിൻ്റെ അളവ് വളരെ കുറവാണ്. നമ്മൾ എല്ലാ പ്രാവശ്യവും നമ്മൾ ഈ കോണ്ടെക്സ്റ്റ് കംപ്ലീറ്റ് റിട്ടേൺ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഇത് മെമ്മറി ഗ്രാഫിലുണ്ട്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ നോഡിൽ വന്ന് ഹിറ്റ് ചെയ്ത് ആ നോഡിൻ്റെ ഫംഗ്ഷനാലിറ്റി മാത്രം ചേഞ്ച് ചെയ്ത് അങ്ങനെ കുറെ ഇത് ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയല്ല. ഞാൻ പറഞ്ഞത് ഇപ്പം ബിഗിനേഴ്സിനായാലും ഇപ്പം ഓൾറെഡി ടെക്നോളജിയിൽ ഇരിക്കുന്ന ആൾക്കാരും ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ, ഒരു പ്രോംപ്റ്റ് കൊടുത്താൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് കോഡും കിട്ടുന്ന സാഹചര്യം പണ്ടായിരുന്നു. ഒരു സമയം കഴിഞ്ഞാൽ അത് ബെഞ്ച് മാർക്ക് ചെയ്യപ്പെടും, അതിനെ ഇവാലുവേറ്റ് ചെയ്യപ്പെടും, നിങ്ങൾ പൈസ കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ചില കമ്പനികൾക്ക് $thousands of ബില്ല് വന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ നേരത്തെ പറഞ്ഞ ടോക്കൺ മാക്സിൻ്റെ ഒരു പ്രശ്നമാണ്. കാരണം ആൾക്കാർ പെർഫോം ചെയ്യാൻ നോക്കുന്നു, കമ്പനിക്ക് ഹ്യൂജ് ബില്ല് നോക്കുമ്പോൾ. അപ്പം ഈ പറഞ്ഞ പ്രശ്നം നിങ്ങൾ കോഗ്നിറ്റീവ് എബിലിറ്റീസ് എടുത്ത് കളഞ്ഞാൽ നിങ്ങളെ പിന്നെ പ്രൈസ് ചെയ്യപ്പെടുന്നത് നിങ്ങളുടെ ബുദ്ധിക്കില്ലാത്തതിൻ്റെ പേരിലാണ്. അപ്പം നിങ്ങൾ വീണ്ടും പ്രോംപ്റ്റ് കൊടുക്കും, നിങ്ങളത് കറക്റ്റ് ചെയ്യാൻ നോക്കും, അപ്പോൾ ടോക്കൺ മാക്സ് ചെയ്തുകൊണ്ടിരിക്കും. ആ സമയത്ത് നിങ്ങളുടെ ബില്ല് നിങ്ങൾ പോലും അറിയാതെ കൂടിക്കൊണ്ടിരിക്കും. ഒരു സമയത്ത് AI നിങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ബുദ്ധി ഇല്ലാതിരിക്കുന്ന സമയത്ത് വേറൊരു പോയിന്റ് ഞാൻ കാണുന്നത്, ഇപ്പോൾ നമ്മൾ ഈ ടോക്കൺ മാക്സ് എന്നുള്ളൊരു പ്രശ്നം വന്നല്ലോ. നമ്മൾ ജാർഗനായിട്ട് കുറേ AI കൊടുക്കും. വീണ്ടും ഈ കൊടുത്തിരിക്കുന്ന പ്രോംപ്റ്റ് വരെ നമുക്ക് കിട്ടും. ഇതിപ്പോ ഒരു ഓർഗനൈസേഷന്റെ അണ്ടറിലാണല്ലോ. ഞാൻ എന്ത് പ്രോംപ്റ്റ് കൊടുത്തു, എന്ത് റിസൾട്ട് വന്നു, എന്റെ പ്രോംപ്റ്റിന്റെ ക്വാളിറ്റി എത്ര ഉണ്ട്, അത് അനലൈസ് ചെയ്യാലോ. വൈ നോട്ട്? അത് അനലൈസ് ചെയ്തിട്ട് നമുക്കൊരു എന്ത് തരം പ്രോംപ്റ്റ് കൊടുത്തിട്ടാണ്, അതായത് എന്ത് സില്ലി ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ചോദിക്കുന്നത്, എന്ത് കോംപ്ലക്സ് ക്വസ്റ്റ്യൻസ് ഗ്രാഫ് വെച്ചിട്ട് അത് വരും. ഒന്നുമില്ല. കാരണം ഇപ്പോൾ ഈ കൊടുക്കുന്ന ഈ എന്താ പറയുക, നമ്മളിപ്പോൾ പർച്ചേസ് ചെയ്യുന്ന പ്രൊവൈഡേഴ്സ് തന്നെ ആ ഡാറ്റ നമുക്ക് തരും, ആ ലെവലിലേക്ക് എത്തും. അപ്പോൾ അവിടെയാണ് നമ്മൾ പറഞ്ഞ NVIDIA തോന്നുന്നു മറ്റേ ഗോ ബാക്ക് ടു ദി ബേസിക്സ്, ഫൗണ്ടേഷൻസ്, മാത്തമാറ്റിക്സ്, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ലെവലിലേക്ക് വന്നത്. ആ ലെവലിലേക്ക് എത്തേണ്ടി വരും. കാരണം നിങ്ങൾ വീണ്ടും പോകുന്നില്ല, ഔട്ട്ഡേറ്റ് ആവുന്നില്ല, നിങ്ങൾ വീണ്ടും വേണ്ടി വരും. അതെ, നിങ്ങൾ ഈ കാര്യങ്ങൾ ട്രെയിൻ ചെയ്യാൻ വേണ്ടി. നാളെ US കാൽക്കുലേറ്റർ വന്നപ്പോൾ അവർ തെരുവിലിറങ്ങിയത് എന്താണ്, നിങ്ങളുടെ ബ്രെയിൻ അല്ല, അതല്ല ടെക്നോളജി വരുന്നോണ്ടല്ല, ഹ്യൂമൻ വിൽ നോട്ട് ബി യൂസിങ് ദ ബ്രെയിൻ ടു കാൽക്കുലേറ്റ് ദ തിങ്സ്. ദേ വിൽ ബി റിലൈങ് ഓൺ ദ സിസ്റ്റംസ് വിൽ ബി മേക്കിംഗ് മിസ്റ്റേക്സ്, ഹ്യൂമൻസ് വിൽ നോട്ട് മേക്ക് മിസ്റ്റേക്ക്. അപ്പം നമുക്കറിയില്ല ഇപ്പോൾ പ്രോംപ്റ്റ് കൊടുത്ത ഉത്തരം ശരിയാണെന്ന് ഉറപ്പ്, അത് വെരിഫൈ ചെയ്യണം. അതാണ് ഫസ്റ്റ് കേസ്. എല്ലായ്പ്പോഴും ട്രൂ അല്ല, എല്ലായ്പ്പോഴും ട്രൂ റിസൾട്ട് തരുന്നില്ല. അപ്പോൾ അതാണ് നേരത്തെ പറഞ്ഞ ഹാലൂസിനേഷൻ. അത് വളരെ അല്ല, ഞാൻ അങ്ങനെയല്ല പറയുന്നത്.
നമുക്കൊരു പ്രോംപ്റ്റ് കൊടുത്തു, വി വിൽ ബി തിങ്കിങ് ദാറ്റ് ഇറ്റ് ഈസ് റൈറ്റ്. റൈറ്റ് എന്ന് വെച്ചാൽ നമുക്ക് അതിനെ അനലൈസ് ചെയ്യും. ഇപ്പോൾ ഉദാഹരണം ഞങ്ങൾ അതായത് നമുക്ക് അറിയാത്ത കോൺടെസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ല, എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് കോപ്പി അടിക്കാൻ സാധനം തന്നു, പക്ഷെ ആ കോപ്പി എവിടെ കിടക്കുമെന്ന് അറിയില്ല. സോ അതുകൊണ്ട് എക്സാം തോറ്റുപോയ ആൾക്കാരുണ്ട്. എന്ന് പറഞ്ഞ പോലെ നമുക്ക് തന്ന ഉത്തരം അങ്ങനെയാണ് ഈ ഉത്തരം നമ്മൾ എവിടെയാണ് കൊണ്ട് പേസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. അത് ശരിയാണോ തെറ്റാണോ നമ്മുടെ പ്രോംപ്റ്റ് പോലെ ഇരിക്കുമല്ലോ. അതെ, കിട്ടുന്ന ഉത്തരം അതേപോലെ കൊണ്ടുവച്ചാൽ നമുക്ക് കിട്ടില്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. അതെ, ഓക്കെ. അവിടെ വരുമ്പോൾ നമുക്ക് എന്താ പറയുക, പ്രോംപ്റ്റിന്റെ ക്വാളിറ്റി കൂട്ടാം. പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് മാത്രമല്ല, പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് കൂട്ടണമെങ്കിൽ വി നീഡ് ടു നോ ദി അണ്ടർലൈങ് ഇൻഫ്രാസ്ട്രക്ചറോ ആർക്കിടെക്ചറോ. അത് നമ്മൾ ആ പ്രോബ്ലം എങ്ങനെ പഠിച്ചു എന്നുള്ളത്. അതായത് എനിക്കറിയാത്തൊരു കാര്യത്തിനെ പറ്റി ഞാൻ പോയി ചോദിക്കുമ്പോൾ ആധികാരികമായിട്ട് എനിക്ക് പെരിഫറൽ വ്യൂ മാത്രമേ കിട്ടുള്ളൂ. അത് എൻ്റെ ഒരു ആവശ്യം ഇപ്പോൾ എൻ്റെ ഫീൽഡിലുള്ള പ്രോബ്ലം സോൾവ് ചെയ്യാനാണ്. അപ്പോൾ ആ പ്രോബ്ലം എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയാം. അല്ല, നമ്മൾ അന്ന് ഒരു സ്റ്റുഡൻ്റായിട്ട് ഇരുന്ന് ഓർമ്മയുണ്ടോ? ഓക്കെ, ഓൺലൈൻ കോളിൽ. അപ്പോൾ ആൾ പറഞ്ഞു ഞങ്ങൾക്ക് എന്താണ് ഫാബ്രിക്, മൈക്രോസോഫ്റ്റിൻ്റെ ഫാബ്രിക് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ഫാബ്രിക്കിലല്ല പ്രശ്നം, അണ്ടർലൈങ് ആർക്കിടെക്ചർ. അതുകൊണ്ട് തന്നെ അവർക്ക് കിടന്ന് കറങ്ങാണ്. അത് തന്നെ ഒരിക്കലും ആ പ്രോബ്ലം സോൾവ് ചെയ്യപ്പെടുന്നില്ല. ബോട്ടിലിനെക്കായിട്ട് അവിടെ തന്നെ കിടക്കും. കാരണം ദേ ആർ സിറ്റിംഗ് ഇൻസൈഡ് ആണ്, പുറത്ത് എന്ത് നടക്കുന്നുണ്ട് പുറത്താണ്. ആ പുറത്തുള്ള പ്രോബ്ലം സോൾവ് ചെയ്യാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പം ശരിക്കും ആ സിസ്റ്റത്തിന്റെ ഭാഗമല്ല. സോ ദേ ആർ ഔട്ട്സൈഡ്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രശ്നം വരുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. സോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അതിനകത്ത് ലാസ്റ്റ് ഇപ്പം ഞാൻ പറഞ്ഞ ഡ്രോബാക്സ് ഞാൻ പറഞ്ഞില്ല, സജഷൻ ഇതാണ്, ഇങ്ങനെ പറ്റുള്ളൂ. കാരണം AI മാറണമെങ്കിൽ നമ്മൾ എന്താ പറയുക, എത്തിക്കലായിട്ട് യൂസ് ചെയ്യുക. അഡാപ്റ്റീവ് മാത്രം പോരാ, എത്തിക്കലായിട്ട് യൂസ് ചെയ്യണം. കാരണം നമ്മൾ ഓരോ യൂസ് ചെയ്യുന്ന ടോക്കൺ മാത്രമല്ല നമ്മളെ എൻവയോൺമെന്റിലേക്ക് ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. കാർബൺ എമിഷൻ കൂട്ടുന്നുണ്ട്, വാട്ടർ യൂസേജ് കൂട്ടുകയാണ്. ഇപ്പം തന്നെ US ഒരുപാട് വാട്ടർ ക്രൈസിസ് ഉണ്ട്, അത് ഇന്ത്യയിലേക്കും ബാധിക്കാൻ പോവാണ്. അപ്പം AI ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ റെസ്പോൺസിബിൾ ആകുക. അത് ബിക്കോസ് നിങ്ങൾ ഈ പറഞ്ഞ നിങ്ങളുടെ ബ്രെയിന് മാത്രമല്ല, നിങ്ങളെ തന്നെ അല്ല മാറ്റുന്ന, നിങ്ങൾ എൻവയോൺമെന്റ് ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. അതുവഴി നിങ്ങൾ അടുത്ത ഫ്യൂച്ചർ വരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള റിസോഴ്സസ് നിങ്ങൾ പിടിച്ചു വെക്കാണ്. അപ്പോൾ നിങ്ങളുടെ ഗെയിൻ ഉണ്ട്. അപ്പം ഞാൻ പറയുന്നില്ല എപ്പോഴും AI-യിലേക്ക് റിലേ ചെയ്യണം, പക്ഷേ AI യൂസ് ചെയ്യേണ്ട സ്ഥലത്ത് നമ്മൾ AI യൂസ് ചെയ്യണം, അൺവാണ്ടഡ് ആയിട്ട് യൂസ് ചെയ്ത് കുറയ്ക്കുക. സോ അങ്ങനെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. അങ്ങനെ ഇതിൽ കോഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. AI കോഴ്സസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയതിനെക്കാട്ട് കൂടുതലായിട്ട് ജനറിക് അല്ലാതെ നമുക്ക് മനസ്സിലാക്കി AI ആണോ AI അല്ലേ എന്ന് തീരുമാനിക്കുന്ന രീതിയിലേക്ക് നമ്മളുടെ ആ ഒരു എഡ്യൂക്കേഷൻ മാറ്റണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ലെറ്റ്സ് സീ ഹൗ വി ക്യാൻ പ്രൊസീഡ് വിത്ത് ഇറ്റ്. ഷുവർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ബൈ ബൈ.